നമസ്കാരം. സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വിവരങ്ങൾ ഒളിച്ചുവെക്കാൻ ശ്രമിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് തിരിച്ചടി. നാളെ 5 മണിക്ക് മുൻപ് SBI വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്നും കമ്മീഷൻ ഈ മാസം 15-ന് മുൻപ് ഇവ പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീം കോടതി അന്ത്യശാസനം നൽകി. വിവരങ്ങൾ ക്രോഡീകരിക്കാൻ 26 ദിവസം നിങ്ങൾ എന്ത് ചെയ്തുവെന്ന് SBIയോട് കോടതി ചോദിച്ചു. കുറച്ചുകൂടി ആത്മാർത്ഥത പ്രതീക്ഷിച്ചു എന്നുകൂടി SBIയോട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് മുൻപ് വിവരങ്ങൾ പുറത്തു വരരുത് എന്നാഗ്രഹിച്ച കേന്ദ്ര സർക്കാരിനും തിരിച്ചടിയാണ് നീതിപീഠത്തിന്റെ ഈ അചഞ്ചലമായ നിലപാട്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ഒളിപ്പിക്കാൻ ശ്രമിച്ചതെന്ത്? ബോണ്ട് വിവരങ്ങൾ പുറത്തു വരുന്നതിൽ പേടിയാർക്ക്? SBI BJP താൽപര്യം സംരക്ഷിക്കുന്നോ? നടന്നത് വ്യവസ്ഥാപിതമായ അഴിമതിയോ? ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് MR അഭിലാഷ് അഭിഭാഷകൻ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM, ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് BJP എന്നിവർ. വളരെ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം അഡ്വക്കേറ്റ് MR അഭിലാഷ്. 26 ദിവസം മുൻപ് ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ ഇലക്ടറൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ SBIയോട് നിർദ്ദേശിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അത് പ്രസിദ്ധീകരിക്കാനും ആവശ്യപ്പെട്ടു. പക്ഷേ അത് ഇപ്പോൾ പറ്റില്ല, ഇനിയും സമയം വേണമെന്ന് ആവശ്യപ്പെട്ട് SBI കോടതിയെ സമീപിച്ചത് അഭൂതപൂർവമായ ഒരു നീക്കമല്ലേ? കാരണം കോടതി തന്നെ വിലയിരുത്തിയതുപോലെ ഒരു ക്ലിക്കിൽ കിട്ടുന്ന അല്ലെങ്കിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള വിവരം കോടതി ഒരു ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടിട്ട് ഇപ്പോൾ നൽകാൻ കഴിയില്ല, അതല്ലെങ്കിൽ അത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നൽകാം, അതിന്റെ ക്രോഡീകരണം പൂർത്തിയാവുന്നതേ ഉള്ളൂ എന്ന മട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് പെരുമാറിയത് എന്തുകൊണ്ടായിരിക്കും? സുപ്രീം കോടതി നാളെ തന്നെ ഇവ വേണം എന്നാവശ്യപ്പെടുന്നതിന്റെ പൊരുൾ എന്തായിരിക്കും? ശ്രീ അഭിലാഷ്, ഇന്ത്യയുടെ ബാങ്കിങ് വ്യവസ്ഥയുടെ 24% ഉടമയാണ് SBI എന്ന് പറയുന്ന രാജ്യത്തെ നമ്പർ 1 ബാങ്ക്. അപ്പോൾ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി SBI സ്വയം അധപ്പതിച്ചുവോ എന്ന് ആർക്കും സംശയം ഉളവാക്കുന്ന തരത്തിലുള്ള മുടന്തം ന്യായങ്ങൾ നിറഞ്ഞ ഒരു അപേക്ഷയായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ SBI ഫയൽ ചെയ്തത്. ഏറ്റവും പ്രൊഫഷണലായി കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന SBI, എപ്പോഴും ചെയ്യുന്ന SBI, ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന SBI, രാജ്യത്ത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു നിർദ്ദേശത്തെ കാറ്റിൽ പറത്തുവാൻ വേണ്ടി വെറും ഡിസ്ക്ലോഷർ മാത്രമാണ് വരേണ്ടതായിട്ടുള്ളത്. അതിനകത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതുപോലെ നിങ്ങൾ മാച്ച് ചെയ്യേണ്ട, ആരാണ് ബോണ്ട് വാങ്ങിയത്, ആരാണ് റിഡീം ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ ഡിസ്ക്ലോസ് ചെയ്യുവാൻ മാത്രം കോടതി ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ട് 26 ദിവസം കഴിഞ്ഞിട്ടും ഇനിയും മാസങ്ങൾ വേണം. ഈ ഡേറ്റ പുറത്തു വന്നു കഴിഞ്ഞാൽ മാച്ചിങ് എക്സർസൈസൊക്കെ മാധ്യമങ്ങൾ ഭാരതത്തിൽ നടത്തില്ലേ, കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തില്ലേ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും അതിനകത്ത് താല്പര്യരായിട്ടുള്ള പൗരന്മാരും നടത്തില്ലേ? അപ്പോൾ അങ്ങനെ ഒരു മാച്ചിങ് എക്സർസൈസിന് വേണ്ടി ജൂൺ 30 വരെ സമയം SBI ആവശ്യപ്പെട്ടുവെങ്കിൽ അത് എന്തുകൊണ്ട് ജൂൺ 30 എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ ഡിസ്ക്ലോഷർ മാത്രമാണ് ആവശ്യപ്പെട്ടത് എന്ന്. മാത്രമല്ല, ഇങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള സമയം ചോദിക്കുമ്പോൾ കോടതിയുടെ നിർദ്ദേശത്തെ ലംഘിക്കുന്ന തരത്തിലേക്ക് അവർ തന്നെ അവരുടെ ഇനാക്ഷൻ വഴി ലംഘിക്കുന്ന ഒരു തലത്തിലേക്ക് പോകുമ്പോൾ എന്ത് നടപടികളാണ് ഇതുവരെ അവർ എടുത്തത് എന്ന അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. കോടതിയലക്ഷ്യ നിയമപ്രകാരം കോടതിയലക്ഷ്യ ഹർജികളും CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഫയൽ ചെയ്ത കോടതിയലക്ഷ്യ ഹർജികളും ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കോടതിയലക്ഷ്യമെന്ന് നമുക്ക് നിയമത്തിൽ പറയാൻ കഴിയുന്നത് എന്താ? വിൽഫുൾ ഡിസൊബീഡിയൻസ് ഓഫ് എ കോർട്ട് ഓർഡർ. അതായത് ബോധപൂർവമായ അനുസരണക്കേട് ഒരു കോടതി ഉത്തരവിനോട് കാണിക്കുമ്പോഴാണ് അത് കോടതി അലക്ഷ്യമാകുന്നത്. ഈ 26 ദിവസം ഇതിൻ്റെ പുറത്തിരുന്നതിന് ശേഷം കോടതിയിൽ ചെന്നിട്ട് പറയുകയാണ് ജൂൺ 30 വരെ ഞങ്ങൾക്ക് ഇനിയും സമയം വേണം. ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. മാച്ച് ചെയ്യണമെന്ന് കോടതിയുടെ ഉത്തരവിൽ പറയാത്തിടത്തോളം കാലം ഈ ആരാണോ ബോണ്ട് വാങ്ങിയത്, ആ വാങ്ങിയ ബോണ്ട് ഏത് പാർട്ടി റിഡീം ചെയ്തെടുത്തു എന്ന തരത്തിലുള്ള ഒരു മാച്ചിങ് എക്സർസൈസ് അല്ല അവിടെ വേണ്ടത്, അവിടെ ഡിസ്ക്ലോഷർ മാത്രമാണ് വേണ്ടത് എന്നിരിക്കെ ഈ ജൂൺ 30 വരെ സമയം ചോദിച്ചുകൊണ്ടുള്ള ഈ അപേക്ഷ തന്നെ ദുരുപദിഷ്ടിതമാണ്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ അപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വി ആർ പുട്ടിങ് യു ഓൺ നോട്ടീസ്, കണ്ടംപ്റ്റ് നടപടികൾ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടും ഇനിയും ഇത് ലംഘിക്കപ്പെട്ടാൽ എന്ന നിർദ്ദേശം കൊടുക്കുക മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനും ഒരു സാവകാശവും ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷനും പ്രഖ്യാപിക്കണം എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും ഇതിനകത്തൊരു റിലാക്സേഷന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം
ഈ ഡേറ്റ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. കാരണം ഇപ്പോൾ ശ്രീ അഭിലാഷ് മോഹനൻ ഒരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, താങ്കൾ ഒരു വ്യവസായ ശൃംഖലയുടെ അധിപനാണ് എന്നുണ്ടെങ്കിൽ താങ്കളുടെ പേരിൽ അത് വാങ്ങണമെന്നില്ല, അല്ലെങ്കിൽ താങ്കളുമായി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാളുടെ പേരിൽ വാങ്ങണമെന്നില്ല. താങ്കളുടെയുമായിട്ട് ഒരു തരത്തിലും പൊതുബന്ധം പുലർത്താത്ത ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ പേരിൽ വാങ്ങിയേക്കാം. അപ്പോൾ അത്തരത്തിൽ കോൺഫിഡൻഷ്യാലിറ്റി ഒരു ഉറപ്പായിരുന്നുവെങ്കിൽ തന്നെയും അതിബുദ്ധിയോടുകൂടി അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പ്രതീക്ഷിക്കുന്ന രീതിയിൽ സ്വകാര്യമായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലുള്ള യഥാർത്ഥ കരങ്ങൾ ആരൊക്കെയാണ് ഇതിൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമാകത്തക്ക തരത്തിലുള്ള ഒരു ഡിസ്ക്ലോഷർ ഉണ്ടാകണമെന്നില്ല. ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള അർത്ഥപൂർണമായിട്ടുള്ള മാച്ചിങ് എക്സർസൈസ് നടത്തിയാലും അത് പുറത്തേക്ക് വരണമെന്നില്ല. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് തന്നെയുണ്ട്. പക്ഷേ ഇവിടെ സുപ്രീം കോടതിയുടെ ഇടപെടിയിൽ ഇങ്ങനെ ഭരണഘടനാ ബെഞ്ചിൻ്റെ നിർദ്ദേശത്തെ കാറ്റിൽ പറത്തുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത്ര വലിയ റെപ്യൂട്ടേഷനുള്ള ഒരു ബാങ്ക് വെറും രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടി അധപ്പതിച്ചു എന്ന് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമീപനം തന്നെയായിരുന്നു. SBIയോട് സുപ്രീം കോടതി ഫ്രൗൺ ചെയ്യുന്നതൊന്നും എൻ്റെ ഓർമ്മയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. വളരെ അപൂർവങ്ങളായിട്ടുള്ള തരത്തിൽ ഉള്ള സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വാണിംഗ് ആണ് ഇന്നുണ്ടായത്. എത്രത്തോളം ബാങ്കിങ് ശൃംഖല രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് സ്വയം അധപ്പതിക്കുന്നു എന്നുവരെയും ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഡിസൊബീഡിയൻസ് തന്നെയാണ്, മുടന്തൻ ന്യായം തന്നെയാണ് സുപ്രീം കോടതിയുടെ മുൻപിൽ വെക്കുവാൻ ശ്രമിച്ചത്. പക്ഷേ നാളെ വരെ മാത്രമേ അതിനൊക്കെ ആയുസുള്ളൂ എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു. തികച്ചും സ്വാഗതാർഹം. തീർച്ചയായിട്ടും ശ്രീ ശങ്കുട്ടിദാസ്, കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. അതെന്തിനു വേണ്ടി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ജൂൺ 30 വരെ ഈ വിവരങ്ങൾ നൽകാൻ ആവശ്യമുണ്ട് എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞത്. ഒരു ദിവസം കൊണ്ട് നൽകാവുന്ന വിവരങ്ങൾ 26 ദിവസം കഴിഞ്ഞു. ഞങ്ങൾക്ക് ജൂൺ 30 വരെ സമയം വേണമെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ഷന് മുമ്പ് ഈ വിവരങ്ങൾ SBI കൊടുക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്താൽ ജനങ്ങൾക്കറിയാൻ പറ്റും. അങ്ങനെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് BJP ധരിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം മൊത്തം ഇലക്ടറൽ ബോണ്ടിന്റെ 55% BJPക്കാണ് കിട്ടിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഒക്കെ വളരെ തുച്ഛമായ ഷെയറേ ഉള്ളൂ. ബഹുഭൂരിപക്ഷവും ഇലക്ടറൽ ബോണ്ടുകൾ നിങ്ങളുടെ പേരിലാണ് വന്നത്, നിങ്ങളാണത് ക്യാഷ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് ഇത് നാട്ടുകാർ അറിയണ്ട എന്ന് വിചാരിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങയുടെ ചോദ്യം ശരിയല്ല. അതിനു മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിട്ടുള്ള വിശദീകരണവും ശരിയല്ല എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. നോക്കൂ, SBIനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളല്ല ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധിയാണ്. SBI അവരുടെ അഭിഭാഷകൻ മുഖാന്തരം കോടതിയിൽ ഇന്ന് അറിയിച്ചത് ഈ പറയുന്ന മാച്ചിങ് എക്സർസൈസ് എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഈ പറയുന്ന ബോണ്ട്, ഇലക്ഷൻ ബോണ്ട് എന്ന് പറയുന്ന പദ്ധതിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം തന്നെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് ഇലക്ഷൻ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്? ഈ ഇലക്ഷൻ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പെറൻസിയും സീക്രസിയും ഒരേ സമയം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഒരാൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നടത്തണം എന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അത് പരസ്യമായിട്ട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ BJPക്ക് 1 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്, ഞാനൊരു വ്യവസായിയാണ്, ഞാനത് പരസ്യമായി ചെയ്തു കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എനിക്ക് സമ്മർദ്ദം ഉണ്ടാവും. നിങ്ങൾ BJPക്ക് പൈസ കൊടുത്തില്ലേ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ചോദിച്ച് സമ്മർദ്ദം ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന പൊതുമേഖലയിൽ നിൽക്കുന്ന ആളുകൾ, വ്യവസായത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ആരെയും പിണക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ പറയുന്ന കമ്പൽഷൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ടും വളരെ സുതാര്യമായിട്ടും അവർക്ക് ഡൊണേഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ മാച്ചിങ് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ഫെബ്രുവരി 15 കണ്ടെത്തിയ കാര്യം അങ്ങ് മറന്നുപോകരുത്. അങ്ങനെ ഈ പറഞ്ഞ സീക്രസിയുടെ മറവിൽ വൻകിടക്കാരിൽ നിന്ന് റൂളിംഗ് പാർട്ടിക്ക് ഫണ്ട് കിട്ടാനുള്ള മെക്കാനിസമായി അത് മാറിയത് കൊണ്ടാണല്ലോ സ്വാഭാവികമായും സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 2555 കോടിയും കോൺഗ്രസിന് 317 കോടിയുമാണ് കിട്ടിയത് എന്ന് വരുമ്പോൾ തന്നെ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്ത ഒരു പക്ഷത്തിന് അൺഡ്യൂ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു ഏർപ്പാടാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് അങ്ങ് സംസാരിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്ന ഉത്തമ ബോധ്യത്തോടും അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയോടും കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ മുഴുവനായിട്ട് സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കണം. നിങ്ങളുടെ ചോദ്യം തന്നെ ചോദിച്ചു തീരുന്നില്ല. വളരെ ലോഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള ആരോപണങ്ങൾ മുഴുവൻ നിങ്ങൾ ആ ചോദ്യങ്ങൾക്കുള്ളിൽ ഒളിച്ചു കടത്തുകയും ചെയ്യുന്നുണ്ട്. BJPക്കാണ് ഇലക്ട്രൽ ബോണ്ടുകളിൽ അധികം പണം കിട്ടിയത്. സ്വാഭാവികമായിട്ടും BJPയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി. കൂടുതൽ ആളുകൾ വിശ്വാസത്തിലെടുക്കുന്ന, കൂടുതൽ ആളുകൾ സംഭാവന സമർപ്പിക്കുന്ന, കൂടുതൽ ആളുകൾ നാളെ ജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി BJPയാണ്. BJPക്ക് 303 MP മാരുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ആകെ 44 MP മാരേ ഉള്ളൂ.
രണ്ടുപേർക്കും കിട്ടുന്ന സംഭാവനകൾ ഒരുപോലെ ആയിരിക്കുമോ? എന്നാൽ നിങ്ങൾ പെർസെൻറ്റേജ് വൈസ് എടുത്ത് നോക്കൂ. 2002 ഈ പറയുന്ന സംഘടന ഉണ്ടല്ലോ, ADR എന്ന് പറയുന്ന സംഘടനയാണല്ലോ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ടുള്ളത്. 2022 അവർ തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പെർസെൻറ്റേജ് വൈസ് റൈസ് നോക്കിക്കഴിഞ്ഞാൽ BJP-യേക്കാൾ കൂടുതൽ സംഭാവനയിൽ വർധനവുണ്ടായിട്ടുള്ളത് കോൺഗ്രസിനും TMC-ക്കുമാണ്. BJP-ക്ക് 135% വർധനവാണ് കോൺട്രിബ്യൂഷൻസിൽ ഉണ്ടായതെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് 360% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് 3600% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ അങ്ങ് പറയുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടിയല്ല. ഇത് കേൾക്കുന്ന ആളുകൾക്ക് കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും ഒക്കെ ഒരുപാട് പൈസ കിട്ടിയെന്ന് തോന്നും. കഴിഞ്ഞ മാസം വരെ ആകെ ഇതുവരെയുള്ള കണക്കനുസരിച്ച് നോക്കൂ, BJP-ക്ക് 6556 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ കിട്ടിയപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് 1123 കോടിയെ കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണല്ലോ കൂടുതൽ ഇലക്ട്രൽ ബോർഡുകൾ വരിക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP-യും നേരിട്ട് ഏറ്റുമുട്ടുന്നു. കോൺഗ്രസും BJP-യും നേരിട്ട് ഏറ്റുമുട്ടുന്നു. രണ്ട് വലിയ കക്ഷികൾ, ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനമുള്ള രണ്ട് കക്ഷികൾ ഏറ്റുമുട്ടുന്നു. BJP-ക്ക് കിട്ടിയത് 2555 കോടി, കോൺഗ്രസിന് കിട്ടിയത് 317 കോടി. നോക്കൂ, BJP-ക്ക് 55%, കോൺഗ്രസിന് 9% കിട്ടുന്ന ഫണ്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കോൺഗ്രസിന് സംഭാവന കിട്ടാത്തതിന് ഞങ്ങൾ എന്താണ് അഭിലാഷ് ചെയ്യേണ്ടത്? കോൺഗ്രസിനും കൂടി ആൾക്കാരോട് സംഭാവന കൊടുക്കാൻ ഞങ്ങൾക്ക് സാധാരണ ജനങ്ങളോ സ്ഥാപനങ്ങളോ കോൺഗ്രസിലേക്ക് പണം കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് പറയുന്ന പ്രശ്നം എന്താണ്? ഭരണകൂടത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി വൻകിട വ്യവസായികൾ അനോണിമസ് ആയിട്ട് ആ പാർട്ടിക്ക് ഫണ്ട് ചെയ്ത് കൊടുക്കുന്നു. അതിന് ക്വിഡ് പ്രോക്കോ, നമുക്ക് ആരാണ് ഫണ്ട് കൊടുത്തിട്ടുള്ളതെന്ന് അറിയാനും പറ്റില്ല പൊതുജനത്തിന്. ഒരു അനോണിമിറ്റി ഉണ്ട്. അതുകൊണ്ട് ഭരണകൂടം ആർക്കൊക്കെ എന്തൊക്കെ സഹായം കൊടുക്കുന്നു എന്ന് നമുക്കറിയില്ല. ഇതിന് തിരിച്ചെന്ത് കൊടുക്കുന്നു എന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ സീക്രസിയിൽ നമ്മൾ ക്വിഡ് പ്രോക്കോ എന്നൊക്കെ പറയില്ലേ, അത് അരങ്ങേറുകയാണ് എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടായിരിക്കുമല്ലോ സുപ്രീം കോടതി ഈ ഇലക്ട്രൽ ബോണ്ട് ഏർപ്പാട് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞത് അത് മാനിഫെസ്റ്റ്ലി ആർബിട്രറി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സുപ്രീം കോടതി അതിന് പറയാനുള്ള കാരണം ആർട്ടിക്കിൾ 19(1)(a)യിൽ പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ, വോട്ടർമാർക്ക് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനുള്ള അവകാശത്തെ അത് ഹനിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നേരെ തിരിച്ച് ഇവിടെ ആർട്ടിക്കിൾ 21-ഉമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് അതിലുണ്ട്. സുപ്രീം കോടതിയുടെ വിധി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് വ്യക്തിപരമായിട്ട്. ഞാനിതിൻ്റെ പാർട്ടിയുടെ അഭിപ്രായം പറയല്ല, ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ നിയമപരമായിട്ടുള്ള പരിജ്ഞാനം കൊണ്ട് ആ വിധിയെ പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം പുട്ടുസ്വാമി ജഡ്ജ്മെന്റിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കാര്യമാണ് റൈറ്റ് ടു പ്രൈവസി. ഒരാൾക്ക് അയാളുടെ സ്വകാര്യത നിലനിർത്താനുള്ള അധികാരം ആർട്ടിക്കിൾ 21 അതിൽ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 21 ഒരു വ്യക്തിയുടെ സ്വകാര്യതയുടെ അധികാരവും വോട്ടറുടെ വിവരത്തിന് വേണ്ടിയുള്ള അധികാരവും തമ്മിൽ കോൺഫ്ലിക്റ്റിൽ വരുമ്പോൾ വോട്ടറുടെ വിവരങ്ങൾ അറിയാനുള്ള അധികാരമാണ് വലുത് എന്നതാണ് സുപ്രീം കോടതിയുടെ അവിടുത്തെ ഫൈൻഡിങ്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത് വളരെ സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ ആണ് ആ കാര്യത്തിൽ രാജ്യത്തെ വ്യവസായ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കോടതി എടുക്കുന്നത്. അതായത് ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം ഒരു സംഘടനയ്ക്കോ ഒരു പ്രസ്ഥാനത്തിനോ സംഭാവന കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള തിരിച്ചുവരവ് കിട്ടുന്നു എന്ന് അവർ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ബംഗാളിലെ കൊൽക്കത്തയിലെ ഒരു കമ്പനി റെയ്ഡ് ഭീഷണി നേരിടുന്നു. അവർ 40 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു. ആ റെയ്ഡ് നടക്കുന്നില്ല. അപ്പോൾ ഞാനൊരു വ്യവസായിയാണ്, എനിക്ക് മറയ്ക്കാൻ ചില കാര്യങ്ങളുണ്ട്, എനിക്ക് സർക്കാരിൻ്റെ ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ കൈക്കൂലി അല്ലാത്ത വിധത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു, BJP-യുടെ പേരിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു. BJP അത് ക്യാഷ് ചെയ്യുന്നു, ആരും ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാനുള്ളത് തന്നു, എനിക്ക് തരാനുള്ളത് നിങ്ങളും തരും, കഴിഞ്ഞു. ഇതിനാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത അഴിമതി എന്ന് പറയുന്നത്. ഇതിനെയാണ് കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇലക്ട്രൽ ബോണ്ടിന്റെ പദ്ധതിയിൽ ഒരു പാർട്ടിക്ക് വേണ്ടി ബോണ്ട് വാങ്ങുക എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഇല്ല. എന്താണ് ഇലക്ട്രൽ ബോണ്ടിന്റെ വ്യവസ്ഥയുള്ളത്? അതായത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള SBIക്ക് 1000-ന്റെ, 10,000-ന്റെ, 1,00,000-ന്റെ, 10,00,000-ന്റെ, 1 കോടിയുടെ എന്നിങ്ങനെ 5 ഘട്ടങ്ങളിലായിട്ടുള്ള ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഒരാൾക്ക് വേണമെങ്കിൽ ആ ബോണ്ടുകൾ പർച്ചേസ് ചെയ്യാം. ആ ബോണ്ടുകൾ പർച്ചേസ് ചെയ്തതിനു ശേഷം അത് അയാൾക്ക് വിശ്വാസമുള്ള രാഷ്ട്രീയ പാർട്ടിയെ ഏൽപ്പിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ ആ പാർട്ടി ആ പണം റിഡീം ചെയ്യാൻ സാധിക്കും. ഒരു പാർട്ടിയും ആ പണം റിഡീം ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് പോകും. ഈ കൊടുക്കുന്ന ആൾക്കും ഈ പാർട്ടിക്കും ഇത് കിട്ടില്ല. അതായത് ഒരാൾ ബോണ്ട് എടുക്കുമ്പോൾ KYC നോംസ് പാലിച്ചുകൊണ്ട്, RBI പറയുന്ന KYC നോംസ് പാലിച്ചുകൊണ്ട് തൻ്റെ പേരും തൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും കൊടുത്തിട്ടാണ്. പക്ഷേ ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അവിടെ വരുന്നതേ ഇല്ല. രണ്ട്, ഇത് കളക്ട് ചെയ്യുന്ന പാർട്ടിയുടെ സംവിധാനത്തിന് ആരാണ് ഈ ഡോണർ എന്നത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറയുന്ന പോലെ ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്ന സാധ്യതയില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ,
ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് വിചാരിക്കുക. ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുൻപ് എന്തായിരുന്നു ഇവിടുത്തെ വ്യവസ്ഥ? ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ സംഭവിച്ചത് 2000 രൂപയ്ക്ക് മുകളിലുള്ള മുഴുവൻ ഡൊണേഷൻസും ബാങ്കിങ് ചാനലിലൂടെയായി. 2000 രൂപ മാത്രമേ മോണിറ്ററി ആയിട്ട് നമുക്ക് പാർട്ടികൾക്ക് ഡൊണേഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പുള്ള വ്യവസ്ഥ എന്തായിരുന്നു? 20,000 രൂപ വരെയുള്ള ഡൊണേഷൻസിന് നിങ്ങൾ ഒരു കണക്കും കാണിക്കേണ്ട ആവശ്യമില്ല. 20,000-ന് മുകളിലുള്ള ഡൊണേഷൻസിന് മാത്രമേ നിങ്ങൾ ഡോണറുടെ സോഴ്സ് എന്താണ്, നോൺ ഡോണർ ആണോ അല്ലേ എന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. 2017 ഫിനാൻസ് ബില്ലായിട്ടാണ് നമ്മൾ ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിക്കുന്നത്. 2018 മുതലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വരുന്നത്. ഇന്ന് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ള സംഘടന 2017 പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ പ്രകാരം 2004-നും 2015-നും ഇടയിൽ ഇന്ത്യയിൽ ആകെ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിന് ഈ പറയുന്ന പണമായിട്ട് ഡൊണേഷൻസ് ആയിട്ട് കിട്ടിയത് 9,722 കോടി രൂപയായിരുന്നു. ഇതിൽ 69% അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള പണമായിരുന്നു, അൺനോൺ സോഴ്സസിൽ നിന്നുള്ളായിരുന്നു. അതായത് 20,000-ൽ താഴെയുള്ള പണമാണെങ്കിൽ ആരാണ് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ 1 ലക്ഷം രൂപ മേടിക്കുന്നു, 5 20,000 ആയിട്ടാണ് മേടിക്കുന്നത്. ആര് തന്നു, എവിടുന്ന് തന്നു, നിങ്ങൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ കേരളത്തിൽ നമുക്ക് അനുഭവമില്ലേ? നിങ്ങൾ കരിമണൽ കർത്തയുടെ പറ്റുബുക്കിൽ എന്താണ് PV, OC, RC എന്നൊക്കെ എഴുതിയിട്ട് പണം കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു കണക്കും ഒരു രേഖ ആവശ്യമില്ല. മണിച്ചന്റെ പറ്റുബുക്കിൽ പേരുള്ള ആളുകൾ മന്ത്രിമാരായിരിക്കുന്ന ഈ പറയുന്ന കരിമണൽ കർത്തയുടെ പറ്റുബുക്കിൽ പറ്റുബുക്കാണ് എന്നുള്ള ആക്ഷേപം വരുന്നത്. അവിടെയാണ് ഇതിന് ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ട്. മുമ്പ് ചുമ്മാ ഒരു റെസിപ്റ്റ് പോലും വാങ്ങിക്കാതെയും പൈസ വാങ്ങിച്ച് വലിപ്പിലിടാമായിരുന്നു എങ്കിൽ ഇപ്പൊ നോക്കൂ, അനോണിമസ് ആയിട്ട് എനിക്ക് അനോണിമസ് ആയിട്ട് BJP ഫണ്ട് ചെയ്യാം. വിളിച്ചു പറഞ്ഞാൽ പോരെ ഞാൻ ഇത്ര ഫണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ആരും അറിയില്ല. ഞാൻ എന്റെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക പോലും വേണ്ട. നിയമപ്രകാരമുള്ള കാര്യമല്ല. അല്ല, അതായത് അഴിമതിക്ക് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആക്ഷേപം. എന്തായാലും സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിച്ച ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ അറിയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പൊ കോൺഗ്രസിന്റെ ഫണ്ട് കിട്ടിയതിന്റെ കണക്ക് ഞാൻ പറഞ്ഞു. ഒറ്റ മിനിറ്റ്, ഒറ്റ കണക്ക്. ശ്രീ അഭിലാഷ്, നിങ്ങൾ ഇത്രയും ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രം പറയാൻ അനുവദിക്കണം. വരുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന ഒരൊറ്റ കണക്ക് മാത്രം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ 2005-നും 2015-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡൊണേഷൻസ് കിട്ടിയ പാർട്ടി കോൺഗ്രസ് ആണ്. 3,982 കോടി രൂപയാണ് കിട്ടിയത്. അതിൽ 83% അൺനോൺ സോഴ്സസിൽ നിന്നുള്ളതായിരുന്നു. 2004-2015 കാലഘട്ടത്തിനിടയ്ക്ക് BSP എന്ന് പറയുന്ന പാർട്ടി, അവർക്ക് കിട്ടിയിട്ടുള്ള 855 കോടി രൂപയുടെ ഡൊണേഷൻസിന്റെ 100% അൺനോൺ സോഴ്സസിൽ നിന്നായിരുന്നു. അരുൺ ജെയ്റ്റ്ലി രാജ്യസഭയിൽ ഈ പറയുന്ന ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കുന്ന വർഷം കൃത്യമായിട്ടുള്ള കണക്കുകളില്ലാതെ പല വഴികളിലൂടെ പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ബ്ലാക്ക് മണിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എന്താണ് ഫണ്ടിങ് മാത്രം 1,500 കോടി രൂപയുടേതായിരുന്നു. അങ്ങനെ ഒരു സംവിധാനം പല വഴികളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കുകയും അതിന് യാതൊരു കണക്കില്ലാതിരിക്കുകയും ബാങ്കിങ് മേഖലയ്ക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്ന, സീക്രസി ഉറപ്പുവരുത്തുന്ന, അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയപ്പോഴാണ് നിങ്ങൾ അതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയണം. ഞാനല്ല, സുപ്രീം കോടതിയാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടത്. 5 അംഗ സുപ്രീം കോടതി ഭരണഘടനാ ഞാൻ അങ്ങനെയൊക്കെ വരാം. മറ്റു അതിഥികളിലേക്ക് പോയതിനു ശേഷം ഞാൻ അങ്ങനെയൊക്കെ വരും. ഇവിടെ ഇന്നത്തെ കാര്യത്തില് ഞാൻ വരാം, ഞാൻ അതിലേക്ക് വരാം. ഈ വിഷയത്തിലെ പ്രതികരണങ്ങൾ എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് വരാം. അനുകൂലമാണ്. അല്ല, ഞാൻ അതിലേക്ക് വരാം. അനുകൂലമാണ് ഇന്നത്തെ ജഡ്ജ്മെന്റ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ശരി, അത് ഞാൻ പറയാൻ അനുവദിക്കാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യത എന്നുള്ളതാണ് 2017-18 കാലത്ത് അരുൺ ജെയ്റ്റ്ലി ഈ ഫിനാൻസ് ബില്ല് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞിരുന്നത്. അരുൺ ജെയ്റ്റ്ലിയുടെ അവകാശവാദവും ഇത് സുതാര്യത ഉണ്ടാക്കുന്നതാണ്, ഉറപ്പുവരുത്തുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ രാജ്യത്തെ ഒരു പൗരന് അല്ലെങ്കിൽ ഒരു വ്യവസായിക്ക് ആരും അറിയാതെ അനോണിമസ് ആയി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന പാർട്ടിക്ക് സംഭാവന കൊടുക്കാം. അത് അങ്ങനെ കൊടുക്കുന്നത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യം ഉള്ളതുകൊണ്ടാകാം, ഇല്ലാതെ ആകാം. എന്തായാലും അദ്ദേഹത്തിന് തിരിച്ചെന്ത് കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയാൻ വഴിയില്ല. കാരണം ഇന്ന ആൾ ഇന്ന പാർട്ടിക്ക് സംഭാവന കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഇതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് കണ്ടിട്ടുണ്ട്. SBI വിവരം തരാതെ പിടിച്ചു വെച്ചിരുന്നതിനെ എന്തായാലും കോടതി ശരിക്കും കുടഞ്ഞിട്ടുണ്ട്. എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കും? അഭിലാഷ്, ഇവിടെ എന്താ പ്രശ്നം? നമുക്കിപ്പോൾ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുക കൂടി വേണമല്ലോ. പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇത്തരത്തിൽ സംഭാവന നൽകാൻ വേണ്ടിയുള്ള ഒരു വളഞ്ഞ വഴിയാണ് 2017 അവതരിപ്പിച്ച് 2018 ജനുവരി 29 മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ നിയമം. ഈ നിയമം അനുസരിച്ച് ഈ പറഞ്ഞതുപോലെ 1000 രൂപ, 10,000 രൂപ, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 1 കോടി രൂപ, ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എത്ര രൂപയുടെ വേണമെങ്കിലും ബോണ്ട് ഈ വ്യവസായികൾക്കോ വ്യക്തികൾക്കോ വാങ്ങാം. നേരത്തെ സ്വാഭാവികമായും നമ്മുടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വിദേശത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ വാങ്ങാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വകുപ്പിലൂടെ വിദേശത്തു നിന്ന് ഉൾപ്പെടെ ഫണ്ട് കിട്ടാനുള്ള അനുമതി ഇതിൽ ഉണ്ടാകുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലും IT ആക്ടിലും കമ്പനീസ് ആക്ടിലും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിലും
ആക്ടിലും എല്ലാം ചേഞ്ച് വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പിന്നെ എന്താ പറയുക അഴിമതിക്ക് അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിന് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയുമായി സർക്കാർ പോയിട്ടുള്ളത്. അതിനെ സ്വാഭാവികമായും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ, CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ എല്ലാവരും എതിർത്തിട്ടുണ്ട്. പിന്നെ ഒരു സംഘടനയും ADR എന്ന് പറയുന്ന സംഘടനയും എതിർത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയപ്പോഴാണ് കോടതി ഇതിനെ സംബന്ധിച്ചൊരു വിശദീകരണം, ഒരു കൃത്യമായി വളരെ കൃത്യമായി കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന്. ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കോടതി പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, വോട്ടർമാരെ സംബന്ധിച്ച് ഒരു പാർട്ടിക്ക് ആരാണ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്, ആരാണ് സംഭാവന നൽകുന്നത്, അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അത് വ്യക്തത വരുത്തിക്കൊണ്ട് വേണം ഫണ്ട് സ്വരൂപിക്കാൻ. അങ്ങനെ ഫണ്ട് സ്വരൂപിക്കുന്നതിലൂടെ ആ പാർട്ടിക്ക് ഫണ്ട് നൽകുന്നവരെ സംബന്ധിച്ചും ആ വോട്ടർക്ക് അവബോധമുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ എന്താണ് അജ്ഞാത സംഭാവനാ പത്രം എന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിനെ പറയാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് ആരാണ് കൊടുക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ഇതിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും രഹസ്യമായി വെക്കണം. ഇത് SBI മാത്രമേ ചുമതലപ്പെടുത്തൂ. എന്തുകൊണ്ടാണ് SBI മാത്രം ചുമതലപ്പെടുത്തിയെന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇപ്പോൾ കേസ് വന്നപ്പോഴും SBI ഇതിനകത്ത് വഴങ്ങാതിരുന്നപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടല്ലോ എന്തുകൊണ്ട് SBI. അപ്പോൾ എത്ര ദീർഘവീക്ഷണത്തോടുകൂടിയാണ് അരുൺ ജെയ്റ്റ്ലിയും BJP നടപ്പിലാക്കിയതെന്ന് നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. കാരണം മറ്റ് ബാങ്കുകളെല്ലാം ഒഴിവാക്കുന്നു. പിന്നെ 10 29 എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ബ്രാഞ്ചിന് മാത്രമേ ഇതിന് അധികാരം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്നിട്ടെന്താ ഇതൊന്ന് കമ്പയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നു. കേസ് വന്നു. കേസിനെ സംബന്ധിച്ച് ഫെബ്രുവരി 15 ജഡ്ജ്മെൻറ്റ് വന്നു. മാർച്ച് മാസം 6-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് സമർപ്പിക്കണം എന്ന് SBIയോട് ആവശ്യപ്പെട്ടു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് 13-ാം തീയതി അപ്ലോഡ് ചെയ്യണം എന്നും ആവശ്യപ്പെട്ടു. എന്നാൽ തടസ്സവാദവുമായി SBI ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു, സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഒപ്പം കണ്ടംപ്റ്റ് ഓഫ് കോർട്ടുമായി ബന്ധപ്പെട്ട് പിന്നെ CPM ഉൾപ്പെടെയുള്ള സംഘടനകൾ, പല വ്യക്തികൾ, ഈ മുമ്പ് ഞാൻ പറഞ്ഞ സംഘടന ഉൾപ്പെടെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ആ കണ്ടംപ്റ്റുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ പറയുന്നതാണ്, ഞങ്ങൾക്ക് 20,217 ബോണ്ടുകളാണ് ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ പീരീഡിൽ. 2017 മുതൽ 2022 വരെയുള്ള ആ കാലയളവിൽ 20,217 ബോണ്ടുകളെന്ന് സ്പെസിഫിക്കായി ഇന്ന് പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ സ്പെൽ ഔട്ട് ചെയ്യുകയും അത് ജഡ്ജ്മെൻറ്റ് ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. അത് കമ്പയർ ചെയ്ത് ഇത് കൃത്യമായി കൊടുക്കുവാൻ ഈ 26 ദിവസമായിട്ട് SBIക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു സ്ഥാപനം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. അഭിലാഷം, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഡിജിറ്റൈസേഷൻ്റെ കാലയളവ്, AI കാലയളവ്, ഡിജിറ്റൈസേഷനും AIയും ഒക്കെ ഇത്രയും സജീവമായി നിൽക്കുമ്പോൾ ഞാൻ അവരുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ 5 ദിവസം കൊണ്ട് ഇത് കമ്പയർ ചെയ്ത് തിരിച്ചു കൊടുക്കാം. 5 ദിവസം കൊണ്ട്. കാരണം ഡിജിറ്റൈസേഷൻ്റെ ഭാഗമായി കൃത്യമായും ഏത് കോളത്തിൽ നിന്നാണ് എന്ത് ഡേറ്റയാണ് നമുക്ക് എടുക്കേണ്ടതെന്നും അതെങ്ങോട്ടാണ് വെക്കേണ്ടതെന്നും കമ്പയർ ചെയ്യാൻ കഴിയുന്നതും വളരെ കൃത്യമായി നടക്കും. ഇപ്പോൾ എങ്ങനെയാണ് പരിവാഹൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റികളിൽ ഉള്ള ഡിജിറ്റൈസേഷൻ്റെ ഭാഗമായി നടത്തിയിട്ട് അതിനോടുള്ള പിന്നെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായി ഇത്രയേറെ നമ്മുടെ ടെക്നോളജി അഡ്വാൻസ് ചെയ്തിരിക്കുമ്പോൾ 5 ദിവസം കൊണ്ട് ഈ 20,217 പേരുടെ ഡീറ്റെയിൽസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാകുമോ? മാത്രമല്ല ഇത്രയും വലിയൊരു സ്ഥാപനം SBI പോലെ, ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ മൊത്തം ബാങ്കിങ് മേഖലയുടെ എത്രയോ ശതമാനം കൈകാര്യം ചെയ്യുന്ന 24% കൈകാര്യം ചെയ്യുന്ന ഈ ബാങ്കിങ് മേഖല, ആ മേഖലയിൽ 20,000 പേരെ നിങ്ങൾ ഡെപ്യൂട്ട് ചെയ്താൽ ഒരാൾക്ക് വേണ്ടി ഒരാളെ വെച്ചാൽ മതിയല്ലോ. എല്ലാ ബ്രാഞ്ചിൽ നിന്ന് ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയാൽ മതിയല്ലോ കമ്പയർ ചെയ്യാൻ. അപ്പോൾ അത് കഴിയാഞ്ഞിട്ടല്ല, വേണ്ട. എന്തുകൊണ്ട് വേണ്ട? കേന്ദ്ര സർക്കാരിന് ഇത് താല്പര്യമില്ല. കാരണം എന്താണ്? ജൂൺ 30 വരെ അവധിക്ക് അപേക്ഷ കൊടുത്തിട്ട് ഞങ്ങൾ അതിന് ശേഷം ചെയ്യാം. എന്തുകൊണ്ടാണ്? ഇത് ഇലക്ഷനെ ബാധിക്കും. നിങ്ങൾക്ക് ആരൊക്കെയാണ് കള്ളപ്പണം തന്നിട്ടുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും എന്നുള്ളതുകൊണ്ട് മനഃപൂർവ്വമായി SBIയെ വെച്ചുകൊണ്ട് ഒരു കള്ളക്കളി കാണിക്കാൻ ശ്രമിച്ചു. ഹരീഷ് സാൽവെ പോലെ ഒരു മുതിർന്ന അഭിഭാഷകൻ ഹാജരായിട്ട് പോലും ഇതിനെ സംബന്ധിച്ച് കോടതി വളരെ സ്പെസിഫിക് ആയിട്ടല്ലേ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. കോടതി കൃത്യമായി പറയുന്നു, നിങ്ങൾക്ക് KYC, നോ യുവർ കസ്റ്റമർ, ആ KYC ഉള്ള നിങ്ങൾക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട് വഴി മാത്രമേ ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ കഴിയുള്ളൂ. അങ്ങനെ വാങ്ങിയിട്ടുള്ളവരെ സംബന്ധിച്ച് അവരുടെ ഡീറ്റെയിൽസ് ആ അതാത് ബാങ്കുകളിൽ ലഭ്യമായിരിക്കെ, ഞാൻ പറഞ്ഞല്ലോ 28-29 ബ്രാഞ്ചുകളിൽ മാത്രമാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇത് കൊടുത്തിട്ടുള്ളത്. ആ ബ്രാഞ്ചുകളിൽ അത് ലഭ്യമായിരിക്കെ ആർക്കൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് ആരുടെ വാങ്ങിയിട്ടുള്ളത്, എത്ര രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുന്നതിന് എത്ര സമയം വേണം? ഇപ്പോൾ നോക്കൂ, ഇപ്പോഴും സാങ്കേതികമായ എന്താ പ്രശ്നം? ഇത് കമ്പയർ ചെയ്യപ്പെടുന്നില്ല. ഇലക്ട്രൽ ബോണ്ട് ഏതൊക്കെ വ്യവസായികൾ വാങ്ങിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് മാത്രമേ നാളെ കോടതി ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നുള്ളൂ. ഇത് ഏത് പാർട്ടിക്ക് പോയതിനെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ ഒരു ഒറ്റ കാര്യത്തെക്കുറിച്ച് കൂടി, അഭിലാഷ് പറഞ്ഞതിനകത്ത് എനിക്കൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ അഭിലാഷിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അഭിലാഷ് പറഞ്ഞതിൻ്റെ സാങ്കേതിക പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് ഏത് വ്യവസായിയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യവസായി തന്നെ ഒരു പക്ഷേ കൊടുത്തിരിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിന് ഇൻകം ടാക്സിൻ്റെ എക്സംഷൻ കിട്ടേണ്ട കേസാണ്. സ്വാഭാവികമായും ആ വ്യവസായികൾ തന്നെ കൊടുത്താൽ മാത്രമേ അവർക്ക് എക്സംഷൻ കിട്ടൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും ക്ലെയിം ചെയ്യാതെ കൊടുക്കേണ്ട കാര്യമില്ല. ഇൻകം ടാക്സ് ഇത്രയും തുക കൊടുക്കുമ്പോൾ ഇൻകം ടാക്സിൻ്റെ എക്സംഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ച് സോഴ്സ് കാണിക്കേണ്ടി വരും. ഏതായാലും അതിനെ സംബന്ധിച്ച് അതിൻ്റെ വ്യക്തത വരുത്തേണ്ടത് അഭിലാഷാണ്. ഞാൻ അതിനകത്ത് എനിക്കുണ്ടായ ഒരു ഡൗട്ട് കൂടി, അഭിലാഷ് അങ്ങനെ ഒരു വാദഗതി മുന്നോട്ട് അഡ്വക്കേറ്റ് അഭിലാഷ് വെച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു വാദഗതി കൂടി ഞാൻ മുന്നോട്ട് വെച്ചത് മാത്രം. ഏതായാലും
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നും ഇത് ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചും മറച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് BJP മാത്രമാണ്. ബഹുഭൂരിപക്ഷവും സിംഹഭാവവും അത് BJPക്കാണ് ലഭിച്ചിട്ടുള്ളത്. BJPയുടെ മറ്റൊരു തന്ത്രമായിട്ട് മാത്രമേ SBI നിലപാടത്തിന് കാണാൻ കഴിയൂ. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്നും കൃത്യമായ മറുപടി ഉണ്ടായിരിക്കുന്നു. അപ്പോഴും ആശങ്കകളുണ്ട്, ഒരു തർക്കവും വേണ്ട. യെസ്, അവിടെ അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഇന്നിപ്പോൾ കോടതി തന്നെ ചോദിച്ചു, തരാൻ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള ഡേറ്റ ഒന്നും അല്ലല്ലോ എന്ന്. നമുക്കറിയാം SBIയെ സംബന്ധിച്ച് അനായാസം കൊടുക്കാൻ കഴിയുന്ന ഡേറ്റയാണ്. എന്നിട്ടും അവർ ജൂൺ 30 വരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സമയം ചോദിച്ചിരിക്കുകയാണ്. കോടതി കൊടുത്തിട്ടില്ല. നാളെ 5 മണിക്ക് മുമ്പ് കൊടുത്തിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിവരങ്ങൾ എന്ന് അന്ത്യശാസനം എന്ന് പറയാവുന്ന വിധത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കൊടുക്കുന്നില്ല എങ്കിൽ SBI കോടതി ലക്ഷ്യത്തിന് നടപടി നേരിടേണ്ടി വരും. അപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഒരു ഉത്തരവിട്ടാൽ പോലും ഞങ്ങൾ ഇതൊക്കെ പിടിച്ചു വെക്കും എന്ന് കരുതുന്ന അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ആ മാനസികാവസ്ഥ എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വലിയ രൂപത്തിൽ ജനാധിപത്യത്തെ പണാധിപത്യത്തിന് കീഴടക്കാൻ വേണ്ടിയാണെന്നും ഭാവിയിൽ വലിയ രൂപത്തിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്നും ഏറ്റവും ആദ്യം ആധികാരികമായി പറഞ്ഞ പ്രസ്ഥാനം CPM ആണ്. 1 രൂപ പോലും ഇലക്ട്രിക് ബോണ്ട് കൈപ്പറ്റാതെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്, നിയമ പോരാട്ടം നടത്തിയത്. മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ഇലക്ട്രൽ ബോണ്ടിനെതിരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം പോക്കറ്റിൽ ഈ ബോണ്ടിന്റെ തുക വാങ്ങിച്ചു വെച്ച് അക്കൗണ്ടിൽ ആ പണം നിറച്ചിട്ടാണ് അതിനെതിരെ അഭിപ്രായം പറഞ്ഞത്. ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞതും ആ വാക്കുപാലിച്ച് നിയമ പോരാട്ടം നടത്തി അത് ഭരണഘടനാ ബെഞ്ചിനെ കൊണ്ട് റദ്ദ് ചെയ്യിക്കുന്ന ഒരു നിയമ പോരാട്ടം നടത്തിയ പ്രസ്ഥാനം എന്ന രൂപത്തിൽ CPMന് വളരെ അഭിമാനത്തോടെ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിയും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും ഒന്നാമത്തെ ദേശസാൽകൃത ബാങ്ക് എന്ന രൂപത്തിൽ SBI ഏൽപ്പിച്ചു. പ്രധാനപ്പെട്ട ചില ശാഖകളെ മാത്രം ഏൽപ്പിച്ചു. ആ ചുമതല വലിയ രൂപത്തിൽ സുപ്രീം കോടതി അത് കണ്ടെത്തി റദ്ദ് ചെയ്ത് അന്ത്യശാസനം കൊടുത്തു മാർച്ച് 6-ന് മുമ്പ് വെളിപ്പെടുത്തണമെന്ന്. പക്ഷേ അത് മാർച്ച് മാസം 6 കഴിഞ്ഞ് 10-11 ഇന്ന് 11-ാം തീയതി പോയി എക്സ്റ്റൻഷൻ ഓഫ് ടൈം കൊടുക്കുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ജൂൺ 30 വരെ സമയം ചോദിച്ചപ്പോൾ എത്രയാണ് ബോണ്ടുകൾ, ആ ബോണ്ടിന്റെ തുക എത്ര, അതിൽ ഏതൊക്കെ തീയതിയിലാണ് ബോണ്ട് ഇഷ്യൂ ചെയ്തത്, ആരൊക്കെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന അതോടൊപ്പം തന്നെ ശരിക്കും ജനങ്ങൾക്ക് അറിയാൻ അവകാശമുള്ള വിവരങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാകരുത് എന്നതാണ് ഇവിടെ BJPയും കേന്ദ്ര ഗവൺമെന്റും ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സുപ്രീം കോടതി വിധികളെ അവർ പരാജയപ്പെടുത്താൻ വേണ്ടി ധൃതി പിടിച്ച് നിയമനിർമ്മാണം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ കാശ്മീരിനെ കീറിമുറിച്ച വിഷയം സുപ്രീം കോടതി പറഞ്ഞു രാഷ്ട്രപതിയെ കൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടിക്രമങ്ങളെല്ലാം വളഞ്ഞ വഴിയാണ്, അത് ഭരണഘടനാപരമല്ല. പക്ഷെ അതൊരു നയപരമായിട്ടുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു. ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്ന ആ തീരുമാനം കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തത് ആർട്ടിക്കിൾ 3ക്ക് വിരുദ്ധമാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കണ്ടെത്തി. പക്ഷേ സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകൻ വാദമധ്യേ പറഞ്ഞു ഭാവിയിൽ കാശ്മീരിന് സ്റ്റേറ്റിന്റെ പദവി തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അത് റെക്കോർഡ് ചെയ്ത് അവസാനിപ്പിച്ചു. അപ്പൊ അവിടെ തന്ത്രപൂർവ്വം കേന്ദ്ര ഗവൺമെന്റ് രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന 3-അംഗ കോറം കൃത്യമായി അതിൽ നിയമന അതോറിറ്റിയായി മാറിയപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ധൃതി പിടിച്ച് ഓർഡിനൻസ് ഇറക്കി പിന്നെ നിയമനിർമ്മാണം നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. ഡൽഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർക്കാണോ അധികാരം അതോ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനാണോ എന്ന വിഷയത്തിലും ജഡ്ജിമെന്റ് വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ നിയമനിർമ്മാണം നടത്തിയതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ സുപ്രീം കോടതി പറഞ്ഞ പല വിധിന്യായങ്ങളെയും പിൻവാതിലൂടെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ക്രക്സ് ഇല്ലാതാക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി പറഞ്ഞ ജഡ്ജ്മെന്റുകൾ ഇല്ലാതാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതാണ് ഏറ്റവും ഗൗരവമായി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം, ഇവിടെ ED, CBI, NIA, കസ്റ്റംസ് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഏറ്റവും ദുരുപയോഗം ചെയ്ത ഒരു 5 വർഷമാണ് നമ്മൾ ഇത് കണ്ടത്. ഇവിടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം ഏതൊക്കെ സ്ഥാപനത്തിനെതിരാണോ ഏതൊക്കെ കോർപ്പറേറ്റുകൾക്കെതിരാണോ ഏതൊക്കെ വ്യക്തികൾക്കെതിരാണോ അന്വേഷണം ആരംഭിച്ചത്, ആ അന്വേഷണത്തിന് ശേഷം അവർ എടുത്ത ഇലക്ട്രൽ ബോണ്ട് എത്രയാണ്, BJPക്ക് വന്ന സംഭാവന എത്രയാണ്, അതിനുശേഷം ഈ ഇൻവെസ്റ്റിഗേഷനിൽ വന്ന ആ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരുന്നു, എവിടെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നിന്നുപോയി എന്നതിനെ കുറിച്ചെല്ലാം വളരെ സുതാര്യമായിട്ടുള്ള വിവരം ഈ SBI യഥാർത്ഥ വിവരം പുറത്തുവിടുന്ന സാഹചര്യവും അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്താൽ ജനങ്ങൾക്ക് അറിയാൻ കഴിയും.
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഇത്തരം വിവരങ്ങൾ ചർച്ചയാകരുത്, ജനങ്ങൾ യഥാർത്ഥത്തിലുള്ള കാര്യം മനസ്സിലാക്കരുത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുകയാണ്. ഏറ്റവും കൂടുതൽ MLA-മാരെ MP-മാരെ വിലക്കെടുത്ത, സംസ്ഥാന നിയമസഭകളെ അട്ടിമറിച്ച, ശരിക്കും ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കിയ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിൽ സാമ്പത്തിക ശക്തിയായി മാറാൻ BJP നടത്തിയ ശ്രമം, ആരൊക്കെയാണ് അതിന് സംഭാവന നൽകിയത്, ആർക്കൊക്കെയാണ് അതിന്റെ ഗുണം കിട്ടിയത്, ഈ ഗവൺമെന്റിൽ വലിയ സ്വാധീന ശക്തിയായി മാറിയ കോർപ്പറേറ്റുകൾ ഏതൊക്കെയാണ്, അവർ എത്ര ബോണ്ടുകൾ എടുത്തിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട് എന്ന വിവരവും വന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി BJP-ക്ക് വരും എന്ന് ബോധ്യമുള്ളതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തിന് വിധേയമായി SBI മനഃപൂർവ്വം ടൈം എക്സ്റ്റൻഷൻ പെറ്റീഷൻ കൊടുത്തതാണ്. അതിനെയാണ് സുപ്രീം കോടതി അന്ത്യശാസനം കൊടുത്തത്. ഇത് ഒരു പ്രീസിഡന്റ് ആണ്, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. അത് അട്ടിമറിക്കാൻ ആർക്കും അവകാശമില്ല. BJP എത്ര ഇലക്ട്രൽ ബോണ്ടിനെ ഇനി ന്യായീകരിച്ച് രംഗത്ത് വന്നാലും സത്യം പുറത്തു വരും. യഥാർത്ഥ കണക്കുകൾ നാളെ തന്നെ സുപ്രീം കോടതിയിൽ കൊണ്ടുവരേണ്ടി വരും. ഞങ്ങൾ ഫയൽ ചെയ്ത കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അടക്കം പരിഗണിക്കുന്ന സാഹചര്യം വരും. ഇവിടെ നീതി നിർവഹണം ഏറ്റവും നന്നായി ഈ വിധിന്യായം നടപ്പാക്കുന്ന സാഹചര്യം വരും. ശരി, ഇവിടെ അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഈ കേസ്, ഇലക്ട്രൽ ബോണ്ട് കേസ് വാദം നടക്കുന്ന വേളയിൽ സോളിസിറ്റർ ജനറൽ റൈറ്റ് ഓഫ് പ്രൈവസിയെ കുറിച്ചാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഈ സംഭാവന കൊടുത്ത ആളുകളുടെ പ്രൈവസി സംരക്ഷിക്കപ്പെടണം. പുട്ടസ്വാമി കേസ് അടക്കം ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് പ്രൈവസിക്ക് അവകാശമുണ്ട് എന്ന് വാദിച്ചു. അറ്റോർണി ജനറൽ മുഖ്യമായും വാദിച്ചത് ഈ റൈറ്റ് ടു നോ എന്ന പൗരന്മാരുടെ അവകാശം റീസണബിൾ റെസ്ട്രിക്ഷൻ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്, അങ്ങനെ അബ്സല്യൂട്ടായി അറിയാനുള്ള അവകാശമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാദിച്ചു. ഇതൊക്കെ കോടതി നിരാകരിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആര് എത്ര തുകയുടെ ബോണ്ട് വാങ്ങിച്ചു, ഏത് പാർട്ടി ആ ബോണ്ട് സ്വീകരിച്ചു എന്ന് കൃത്യമായി മനസ്സിലായാലല്ലേ നമുക്ക് ഇതിൻ്റെ മാനങ്ങൾ മനസ്സിലാവും. അതായത് ആർക്കെങ്കിലും അങ്ങനെ വലിയ സംഭാവന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിക്ക് കൊടുത്തതുകൊണ്ട് അവിഹിതമായി എന്തെങ്കിലും തിരിച്ചു കിട്ടിയോ, സഹായം കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ ആര് ആർക്ക് കൊടുത്തു എന്നുള്ളത് കൃത്യമായും വ്യക്തമാവണ്ടേ? തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ്, അങ്ങനെ വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. വ്യക്തമാകണമെന്നുള്ള ഒരു സതുദ്ദേശവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല നേരത്തെ ചൂണ്ടിക്കാട്ടിയതിനെക്കുറിച്ച് ഞാനൊന്ന് പരാമർശിച്ചോട്ടെ. അദ്ദേഹം പറയുണ്ടായി, നികുതി നിയമത്തിൽ ഇളവ് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്തേ തീരൂ. തീർച്ചയായിട്ടും നികുതി നിയമപ്രകാരം ഇളവ് കിട്ടേണ്ട, അങ്ങനെ ഒരു പരിഗണനയും വേണ്ട. ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഐഡൻറ്റിറ്റി കൺസീൽ ചെയ്യുക, തൻ്റെ പേര് മറച്ചു വെക്കുക, കമ്പനിയുടെ പേര് മറച്ചു വെക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള പ്രയോറിറ്റി എങ്കിൽ ഇങ്ങനെയുള്ള കൺസേണിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രയോറിറ്റി എന്നുള്ളത്, അവരുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷനാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി എങ്കിൽ മറ്റേ ഇളവുകളൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയും. പിന്നെ ശ്രീ അഭിലാഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഫിഡൻഷ്യാലിറ്റിയുടെ പ്രശ്നം ഉണ്ട്, അതില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു രാഷ്ട്രീയ ജനാധിപത്യത്തിൽ ഒരു വലിയ പൊതു നന്മ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത്തരം ഒരു ഉത്തരവ് പാസ്സാക്കിയത്. ഇത്ര വർഷങ്ങളായിട്ടും 20,000-ത്തിലധികം ബോണ്ടുകൾ മാത്രമല്ലേ വാങ്ങപ്പെട്ടിട്ടുള്ളൂ. കോടിക്കണക്കിന് വോട്ടർമാരുള്ള നമ്മളെപ്പോലൊരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിൽ 20,000 ഇലക്ട്രൽ ബോണ്ടുകൾ മാത്രമാണ് വാങ്ങപ്പെട്ടിട്ടുള്ളത് എങ്കിൽ എത്രത്തോളം പൊതുജന പാർട്ടിസിപ്പേഷൻ അതിനകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മാർഗരേഖയാണ് ഈ 20,000 എന്നുള്ള ആ ഒരു നമ്പർ. അപ്പോൾ ഈ പറയുന്നത് പോലെ വ്യാപകമായിട്ട് ജനങ്ങൾക്ക് അവർക്കിഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുവാനുള്ള അവകാശം, ആ അവകാശം കോൺഫിഡൻഷ്യലാക്കി വെക്കുവാനുള്ള അവരുടെ സ്വകാര്യതാ അവകാശമൊക്കെ ലംഘിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും 20,000 ഇലക്ട്രൽ ബോണ്ടുകളല്ലേ ഇവിടെ പരിഗണനയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ അവിടെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ആർക്കുള്ള കോൺഫിഡൻഷ്യാലിറ്റി എന്നത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. അത്ര വ്യാപകമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള വസ്തുതയാണ്. പിന്നെ SBIയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടൽ വളരെ വ്യക്തമാണ്. സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ ലൈവ് ലോ എന്ന് പറയുന്ന പോർട്ടലിൽ നമുക്ക് ഓർത്തെടുത്ത് പറയുവാൻ കഴിയില്ലല്ലോ, നോക്കി തന്നെ വ്യക്തതയോടുകൂടി തന്നെ പറയണം. വ്യക്തമായിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്, ആ ജഡ്ജ്മെന്റ് വാസ് ഇഷ്യൂഡ് ഓൺ February 15th. ഫെബ്രുവരി 15-നാണ് ഞങ്ങളുടെ ഉത്തരവ് വന്നത്. ഇന്ന് മാർച്ച് 11-ആണ്. 26 ദിവസം എന്താണ് നിങ്ങൾ ചെയ്തത്? എന്ത് മാച്ചിങ് എക്സർസൈസാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങളുടെ സത്യവാങ്മൂലം ഇതിൽ നിശബ്ദത പുലർത്തുന്നു. ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒരു അളവ് വരെ സത്യസന്ധത പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇങ്ങനെ നിരീക്ഷണം നടത്തിയത്. അതും രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയുടെ ഏറ്റവും വിശിഷ്ടമായ 5-അംഗ ബെഞ്ചിൽ നിന്ന് ഇത്തരത്തിൽ
ഒരു നിരീക്ഷണം വരണമെന്നുണ്ടെങ്കിൽ അത് SBI ജൂൺ 30 വരെ ഈ ഒരു എക്സർസൈസ് നീട്ടുവാനുള്ള സമയം ചോദിച്ചതിനോടുള്ള കോടതിയുടെ പ്രതികരണമല്ലേ, അപേക്ഷ തള്ളുകയല്ലേ ചെയ്തത്. അപ്പോൾ ഒരു തരത്തിലും ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊതുനന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കേണ്ട SBIയെ പോലെ ഒരു ഏജൻസിയിൽ നിന്നും പ്രതീക്ഷിച്ചതല്ല. പിന്നെ നാളെ എങ്ങനെ ഈ ഡേറ്റ റിലീസ് ചെയ്യപ്പെടുന്നു? അവരെ കൊണ്ടത് സാധിക്കില്ല എന്ന് സാങ്കേതികമായിട്ടുണ്ടെങ്കിൽ ഇന്ന് സുപ്രീം കോടതിയുടെ മുഖത്ത് നോക്കി അവർക്ക് പറയുവാൻ കഴിയുമല്ലോ. കാരണം വിൽഫുൾ ഡിസൊബീഡിയൻസ് ആണെങ്കിൽ മാത്രമാണ് കണ്ടംപ്റ്റ് വരുന്നത്. ഡിസൊബീഡിയൻസ് പലതരത്തിൽ വരാം. 2002 ഓൾ ഇന്ത്യ ജഡ്ജസ് അസോസിയേഷൻ കേസിൽ ജഡ്ജ് പോപ്പുലേഷൻ റേഷ്യോ, അതായത് 1 ദശലക്ഷം ആളുകളിൽ എത്ര ജഡ്ജിമാരുണ്ട് എന്നുള്ളത് അന്ന് 15-ൽ താഴെയായിരുന്നു. അത് 5 വർഷം കൊണ്ട് അത് 50 പെർ മില്യൺ, 1 മില്യണിൽ 50 പേര് വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തു. നടപ്പിലാക്കില്ല, ഒരു കണ്ടംപ്റ്റും ഇല്ല. കാരണം രാജ്യത്തിന് അതിനുള്ള സാമ്പത്തിക അവസ്ഥ ഇല്ലായിരുന്നു. അപ്പൊ സാങ്കേതികമായിട്ടും അവർ ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഇത് അസാധ്യമെങ്കിൽ അസാധ്യമായ ഒരു ഉത്തരവ് സുപ്രീം കോടതിക്ക് നിർബന്ധിച്ച് അത് നടപ്പിലാക്കുവാൻ കഴിയുമോ? സാധ്യമല്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ നാളെ ഈ ഡേറ്റ പുറത്തു വരും എന്നുണ്ടെങ്കിൽ, പുറത്തു വരികയാണ്, അത് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ SBIയുടെ ഭാഗത്ത് നിന്ന് ഇത് ഡിസ്ക്ലോസ് ചെയ്യുവാനുള്ള വൈമനസ്യമല്ലേ അവിടെ വെളിവാക്കപ്പെട്ടത്. അതാണ് കോടതി ഉത്തരവിനെ കാറ്റിൽ പറത്തുവാൻ തന്നെയാണ് SBI ശ്രമിച്ചത്. ഉത്തരവ് വളരെ വ്യക്തമായിട്ട് അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ശ്രീ ശങ്കുട്ടിദാസ്, എന്തിന് SBI അങ്ങനെ ചെയ്യണം? SBIയോട് മാച്ചിങ് എക്സസൈസ് നടത്താൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. സുഭാഷ് ചന്ദ്ര ഗാർഗ് ഇലക്ട്രൽ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തെ ധനകാര്യ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം കരൺ താപ്പറിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, റെഡിലി അവൈലബിൾ ഡാറ്റയാണ്, ഒറ്റ ദിവസം മതി ഈ ഡാറ്റ ഫർണിഷ് ചെയ്യാൻ വേണ്ടി. മുമ്പ് ചെയ്തിട്ടുണ്ട്. 2019 SA ബോബ്ഡെയുടെ ബെഞ്ചിൽ കേസ് വന്നപ്പോൾ SBI തന്നെ സീൽഡ് കവറിൽ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോടതിക്ക് ബോധ്യം വരുന്ന വിധത്തിൽ ഇലക്ഷൻ കമ്മീഷന് കൈമാറാൻ കഴിയുന്ന ഡാറ്റയായിരുന്നു. അയ്യോ അത് പറ്റില്ലേ, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലേ, ജൂൺ 30 വരെ വേണമേ എന്ന് എന്തിന് SBI പറഞ്ഞു എന്നൊരു വലിയ ചോദ്യമുണ്ട്. രാജ്യത്തെ 1-ാം നമ്പർ പൊതുമേഖലാ ബാങ്ക്, നമ്മുടെ ബാങ്കിങ് ബിസിനസിന്റെ വലിയൊരു ഭാഗം നടത്തുന്ന ബാങ്ക്, അങ്ങനെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനെ ധിക്കരിച്ചു പോലും ഭരണകൂട വിധേയത്വം കാണിക്കേണ്ട ഒരു സംവിധാനമാണോ? നോക്കൂ, അതിൽ SBI എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നറിയാൻ SBIയുടെ അഫിഡവിറ്റ് തന്നെ എടുത്ത് വായിച്ചാൽ മതിയല്ലോ. ഹരീഷ് സാൽവെ വളരെ കൃത്യമായിട്ട് കോടതിയിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ അത് ചെയ്യാൻ കഴിയാത്തത്. യഥാർത്ഥത്തിൽ ഹരീഷ് സാൽവെ എന്ന് പറയുന്ന അഭിഭാഷകന്റെ ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കോടതി നടപടി എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കേണ്ടിയിരുന്നത്? ഫെബ്രുവരി 15-ാം തീയതി വിധി വരുന്നു. മാർച്ച് 6-ാം തീയതിക്കുള്ളിൽ ഈ പറയുന്ന കംപ്ലീറ്റ് ഡാറ്റ, അതായത് ഏതൊക്കെ ഡേറ്റുകളിൽ ബോണ്ട് ഇഷ്യൂ ചെയ്തു, എത്ര ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തു, ആരൊക്കെയാണ് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഈ ബോണ്ടുകൾ എവിടെ നിന്നൊക്കെയാണ് റിഡീം ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ പാർട്ടികളാണ് എത്ര ബോണ്ടുകൾ വീതമാണ് റിഡീം ചെയ്തിട്ടുള്ളത്, ഓരോ പാർട്ടിക്ക് എത്ര കിട്ടി തുടങ്ങിയിട്ടുള്ള മുഴുവൻ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡാറ്റയും ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇത്രയും ഡാറ്റ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം എന്താ? കാരണം ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ പദ്ധതി തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നത് വളരെ രഹസ്യാത്മകത ഉറപ്പുവരുത്തുന്ന പോലെയാണ്. അവിടെ ഒരാൾ ചെന്ന് ബോണ്ട് എടുക്കുന്ന സെന്ററിൽ തന്നെ ആവണമെന്നില്ല ഈ ബോണ്ട് റിഡീം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഓരോ പാർട്ടിക്കും എല്ലാ ബാങ്കുകളുടെ അക്കൗണ്ടുകളിലും കറണ്ട് അക്കൗണ്ടുകൾ വേണമെന്നുണ്ട്. ഇത് സെൻട്രലൈസ്ഡ് ആയിട്ട് റിഡീം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇത് തമ്മിൽ മാച്ചിങ് എക്സസൈസ് നടത്താൻ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. സോ മറ്റുള്ള പ്ലെയിൻ ഡാറ്റ മാത്രം മതിയെങ്കിൽ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ തന്നെ എത്ര വട്ടം ഇതിന്റെ പ്ലെയിൻ ഡാറ്റ പറഞ്ഞു. ഇപ്പോൾ MR അഭിലാഷ് ആണെങ്കിലും ജ്യോതികുമാർ ചാമക്കാലി ആണെങ്കിലും 2-3 തവണ 22,000 ബോണ്ടുകളാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്നോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ശ്രീ അഭിലാഷ് തന്നെ ചോദിച്ചു 15,000 കോടി രൂപയുടെ ബോണ്ടുകളാണ് ആകെ വിട്ടിട്ടുള്ളത്. അതിൽ 6,500 കോടി രൂപ BJPക്കാണ് കിട്ടിയത്, ഇത്ര കോടി രൂപയെ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളൂ. അതായത് ഈ പ്ലെയിൻ ഡാറ്റ എന്നൊക്കെ പറയുന്നത് പൊതുമണ്ഡലത്തിലുള്ളതാണ്. അതിൽ യാതൊരു രഹസ്യാത്മകതയില്ല. അതിൽ കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണ്? ഇലക്ഷൻ കമ്മീഷന് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ വിവരത്തിൽ നിന്നാണ് ഈ ഡാറ്റ വരുന്നത്. SBIയോട് നിങ്ങൾ എത്ര ബോണ്ട് കൊടുത്തു, ആരാണ് ആ ബോണ്ട് വാങ്ങിച്ചത്, എത്ര രൂപയ്ക്കുള്ള ബോണ്ടാണ് വാങ്ങിച്ചത്, രാഷ്ട്രീയ പാർട്ടികൾ എത്ര റെഡീം ചെയ്തു, ഈ വിവരം ചോദിച്ചാൽ ആ വിവരം കൊടുക്കണം. ആര് ആർക്ക് കൊടുത്തു തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഇനിയും മനസ്സിലാക്കാൻ സംവിധാനം ഉണ്ടല്ലോ. ഈ പ്രാഥമികമായ വിവരം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോ വേറൊരു ഡാറ്റ പറയുന്നത് പോലെ അല്ല. പ്രാഥമികമായിട്ട് വിവരം ഇപ്പം കൊടുക്കേണ്ടു. ഇന്നത്തെ വിധി കൊണ്ട് അതാണ് സംഭവിച്ചത്. കാരണം എന്താണ്? ഇന്ന് ഹരീഷ് സാൽവെ പറഞ്ഞു അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ മറ്റേ ഫെബ്രുവരി 15 തൊട്ട് മാർച്ച് 11 വരെയുള്ള 26 ദിവസം SBI എന്ത് ചെയ്യായിരുന്നു എന്ന്. നമ്മൾ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു രാജ്യത്ത് 24% ബാങ്കുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥാപനമാണ്. ഒഴിവുള്ള സമയത്ത് അവർ ബാങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബോണ്ട് വിൽക്കലും ബോണ്ട് വാങ്ങലും മാത്രമല്ലല്ലോ SBIയുടെ പണി, ബാങ്കിങ് എന്ന് പറയുന്നൊരു പണിയുണ്ടല്ലോ. ആ പണി അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ കൂടെ ഈ പറയുന്ന അധികപ്പണി ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട്.
സുപ്രീം കോടതി ഉത്തരവിനെ ഇതുപോലെ ഇത്രയും എന്താ പറയാ ഇത്ര ബഹുമാനമില്ലാത്ത വിധത്തിലാണ് രാജ്യത്തെ പൊതുമേഖലാ ബാങ്ക് 1ാം നമ്പർ ബാങ്ക് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണോ? അവർക്ക് വേറെ പണിയുണ്ട് എന്നുള്ളതൊക്കെ അവര് വേറെ പണിയെടുക്കുന്നുണ്ടല്ലോ. എല്ലാ ഉദ്യോഗസ്ഥരും കൂടി ഇരുന്ന് ഈ ഡാറ്റ തയ്യാറാക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടല്ലോ, അതാണ് അടുത്ത പ്രശ്നം. ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന പോലെ 25,000 ബ്രാഞ്ചിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചാൽ പോരെ എന്ന് പറയുന്നത് ഈ പദ്ധതിയെ പറ്റി ഒന്നും മനസ്സിലാക്കിയില്ലാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഇരിക്കുന്ന ഒരു ബാങ്കിങ് ഉദ്യോഗസ്ഥന് ഈ ഡാറ്റയൊന്നും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അങ്ങനെയാണ് അതിന്റെ ട്രാൻസ്പെറൻസിയും അതിന്റെ സീക്രസിയും ഉറപ്പുവരുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹരീഷ് സാൽവെ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്ന ഡിജിറ്റൽ ഇൻഫർമേഷൻ ആയിട്ടല്ല, ഇത് 2 സിലോസിലായിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ 2 സിലോസിലായിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയെ കൃത്യമായിട്ട് വേർതിരിച്ചറിഞ്ഞ് മാച്ചിങ് എക്സസൈസ് നടത്താൻ ഞങ്ങൾക്ക് സമയം വേണം. അപ്പോൾ സാധാരണഗതിയിൽ എന്താ സംഭവിക്കേണ്ടിയിരുന്നത്? ഫെബ്രുവരി 15-ാം തീയതി വിധി പറഞ്ഞു, മാർച്ച് 6-ാം തീയതിക്കുള്ളിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞു. മാർച്ച് 6-ാം തീയതി ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഈ പറയുന്ന ADR എന്ന് പറയുന്ന സംഘടനയുടെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പെറ്റീഷൻ വരുന്നത്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ SBIക്കെതിരെ എന്ത് വരണം? കണ്ടംപ്റ്റിന് നടപടികൾ ഉണ്ടാവണം. അപ്പോൾ കഴിഞ്ഞ ദിവസം SBI എന്ത് ചെയ്തു? ഞങ്ങൾക്ക് ജൂൺ 30 വരെ എക്സ്റ്റൻഷൻ വേണമെന്ന് പറഞ്ഞിട്ട് എക്സ്റ്റൻഷൻ പെറ്റീഷൻ കൊടുത്തു. അപ്പോൾ വാദം എന്തിന്റെ മുകളിലായി? എക്സ്റ്റൻഷൻ പെറ്റീഷന്റെ മുകളിലായി. എക്സ്റ്റൻഷൻ അനുവദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലായി. കോടതി പറഞ്ഞു ജൂൺ 30 വരെ എക്സ്റ്റൻഷൻ അനുവദിക്കാൻ പറ്റില്ല, നാളെ തന്നെ തരണം എന്ന് പറഞ്ഞു. ഈ ഡാറ്റ അവർ തന്നെ അവരുടെ അഫിഡവിറ്റിൽ പറയുന്നത് പ്ലെയിൻ ഡാറ്റയാണെങ്കിൽ ഈസിലി ആക്സസബിൾ ആണെന്നാണ്. അതായത് എത്ര ബോണ്ട് വന്നു, ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര ബോണ്ടിലൂടെ എത്ര പണം കിട്ടി, ഈ പ്ലെയിൻ ഡാറ്റ മതിയെങ്കിൽ അത് ഈസിലി ആക്സസബിൾ ആണ്. അവിടെ SBI ശ്രമിച്ചത് എന്തിനാന്ന് വെച്ചാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പെറ്റീഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പെറ്റീഷൻ കോടതി എടുത്തില്ല. കോടതി ഇന്നത്തെ എക്സ്റ്റൻഷൻ പെറ്റീഷൻ എടുത്തുകൊണ്ട് ഞങ്ങൾ കണ്ടന്റ് നടപടികൾ നല്ല ഒരു അഭിഭാഷകന്റെ നാളെ 5 മണിക്കുള്ളിൽ ഈ വിവരം നൽകിയില്ലെങ്കിൽ കോടതി പറയുന്നുണ്ട് വിൽഫുൾ ഡിസൊബീഡിയൻസ് ആയി ഞങ്ങൾ കണക്കാക്കും, ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന്. ഒരു ദിവസം കൂടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കോടതി അധികമായി അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ കൊടുക്കണം. ഇന്ന് കോടതി വിധിയുടെ അവസാന ഭാഗം നിങ്ങൾ എടുത്തു നോക്കൂ. അതിൽ ഹരീഷ് സാൽവെ 2ാമത് ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അതായത് കോടതി പറയുന്നത് 22,000 ബോണ്ടുകളിൽ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബോണ്ടുകളുടെ എക്സിക്യൂഷൻ ഡേറ്റും കാര്യങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ അത് കുറെ ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറയുമ്പോൾ എന്താണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറയുന്നു, വി നെവർ ആസ്ക്ഡ് യു ടു ഡു എ മാച്ചിങ് എക്സസൈസ്, ജസ്റ്റ് ഫർണിഷ് ദ പ്ലെയിൻ ഡീറ്റെയിൽസ്. അതായത് എന്താണ് ആകത്തുകയുള്ള വിവരം മാത്രം ഫർണിഷ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ജസ്റ്റിസ് RV ഗവായി പറയുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡീറ്റെയിൽസ് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് നാളെ SBI ഫർണിഷ് ചെയ്യാൻ പോകുന്നത് ഇത്ര രൂപയുടെ ബോണ്ടുകൾ ഞങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിൽ ഇത്ര രൂപയുടെ ബോണ്ടുകൾ BJP ആണ് റിഡീം ചെയ്തിട്ടുള്ളത്, ഇത്ര രൂപയുടെ ബോണ്ടുകൾ കോൺഗ്രസ് ആണ് റിഡീം ചെയ്തിട്ടുള്ളത്, ഇത്ര രൂപയുടെ ബോണ്ടുകൾ BSP ആണ്. അല്ല BJPക്ക് എത്ര കിട്ടി, കോൺഗ്രസിന് എത്ര കിട്ടി എന്ന് നമുക്കറിയാം. ആര് ഈ ബോണ്ട് വാങ്ങി പിന്നെ നടത്താം, ആര് ഈ ബോണ്ട് വാങ്ങി എന്നുള്ളത് നമുക്കറിയണമല്ലോ. അവിടെയുള്ള ചോദ്യം ഇത് കേന്ദ്ര സർക്കാരല്ല, BJP ഒരു ദിവസത്തിൽ നിങ്ങൾ ആവശ്യമുള്ളത്ര ബോണ്ടുകൾ മേടിച്ചോളൂ എന്നൊരു പ്രഖ്യാപനം പറഞ്ഞപ്പോൾ ആൾക്കാർ ചെയ്തതല്ല. ഇത് രാജ്യത്തിന്റെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വിമർശിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ ഈ നിയമം പാസ്സാക്കിയപ്പോൾ, അതായത് ഈ ഫിനാൻസ് ബില്ല് പാസ്സാക്കിയ സമയത്ത് 4 നിയമങ്ങൾ അമെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഇൻകം ടാക്സ് ബില്ലുണ്ട്, ഫിനാൻസ് നമ്മുടെ എന്താണ് FEMA ഫോറിൻ മണി റെഗുലേഷൻ നിയമങ്ങളുണ്ട്, അതേപോലെ തന്നെ കമ്പനീസ് ആക്ട് ഉണ്ട്. ഈ നിയമങ്ങളൊക്കെ അമെൻഡ് ചെയ്ത് എങ്ങനെയാ? ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളുടെ കൂടി പിന്തുണയോട് കൂടിയിട്ടാണ്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണയോട് കൂടിയിട്ടാണ്. അങ്ങനെ രാജ്യത്തിന്റെ ശങ്കുറ്റി ദാസ്, ഈ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്തെങ്കിലും ഡിസ്കഷൻ പാർലമെന്റിൽ നടന്നതിന്റെ രേഖ താങ്കൾക്ക് ഹാജരാക്കാമോ? അല്ലല്ല, ഏതെങ്കിലും ഒരു ഡിബേറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ എന്തെങ്കിലും ഒരു ഡിബേറ്റ് നടന്നതായിട്ട് താങ്കൾക്ക് രേഖാമൂലം ബോധ്യപ്പെടുത്താമോ? രാജ്യസഭയെ ബൈപ്പാസ് ചെയ്തു പറഞ്ഞ് സത്യമല്ലേ? എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? താങ്കൾ ഒരു വക്കീൽ കൂടിയല്ലേ? താങ്കൾ ഒരു വക്കീൽ കൂടിയല്ലേ? ഞാൻ അതിന്റെ മറ്റു വിഷയങ്ങൾ അല്ല പ്ലീസ് എനിക്ക് കൈമാറിയതാണല്ലോ. അല്ല ഞാൻ പറയട്ടെ പ്ലീസ്. താങ്കൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാനത് പറയട്ടെ. ഞാൻ വേണ്ട കേൾക്കൂ. താങ്കൾ കേൾക്കുന്നേ. ഇവിടെ താങ്കൾ പറയുന്നത് മാച്ചിങ് എക്സസൈസ് പിന്നീട് മതിയെന്ന് ആണ് താങ്കൾ പറയുന്നത്. മാച്ചിങ് എക്സസൈസ് പിന്നീട് മതിയെന്ന് പറയുമ്പോഴും എന്തെല്ലാം ഞാൻ പറയുന്നത് കേട്ടോളൂ. അല്ലല്ല, ആ ഭരണഘടന ആർട്ടിക്കിൾ ഒക്കെ അവിടെ നിൽക്കുന്നത് സുപ്രീം കോടതിയുടെ താങ്കൾ ജൂനിയേഴ്സിനെ പഠിപ്പിക്കൂ. ഞാൻ പറഞ്ഞത് ഇവിടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തിയതിനു ശേഷം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വ്യക്തത വരുത്തിയതിനു ശേഷം താങ്കൾ എന്നെ ആർട്ടിക്കിൾ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ താങ്കൾ എന്നെ ഏത് ആർട്ടിക്കിളാണ് പഠിപ്പിക്കുന്നത്?
അവിടെയാണ് പ്രശ്നം. ഞാൻ വക്കീലൊന്നുമല്ല, പക്ഷേ എനിക്ക് ഇത്രയും പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു വരട്ടെ. അങ്ങേക്ക് അറിയാത്തൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ എനിക്കറിയില്ല, പക്ഷേ പാസ്സാക്കേണ്ട ആവശ്യമില്ല. യെസ്, എനിക്കറിയില്ല, പക്ഷേ എനിക്ക് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് എനിക്ക് വായിച്ചാൽ ബോധ്യപ്പെടും. അത്രയും മാത്രമേ ഉള്ളൂ. ഏതായാലും കേട്ടുള്ളൂ. ഇവിടെ താങ്കൾ പറയുന്നു മാച്ചിങ് എക്സസൈസ് വേണ്ട എന്ന് കോടതി പറഞ്ഞു. ശരിയാണ്. മാച്ചിങ് എക്സസൈസ് പ്ലെയിൻ ഡേറ്റ കൊടുക്കണം എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രൽ ബോണ്ട് ഓരോ ബ്രാഞ്ചിൽ നിന്നും ജ്യോതികുമാർ ചാമക്കാല പറയട്ടെ, അദ്ദേഹത്തിന്റെ അവസരം. അത് കഴിഞ്ഞ് ഞാൻ അങ്ങയിലേക്ക് വരാം. പ്ലെയിൻ ഡേറ്റ കൊടുത്താൽ മതി, മാച്ചിങ് എക്സസൈസ് വേണ്ട എന്ന് പറഞ്ഞാൽ ഓരോ ബ്രാഞ്ചിൽ നിന്നും പോയിട്ടുള്ള അല്ലെങ്കിൽ SBI നിന്ന് മൊത്തം പോയിട്ടുള്ള ബോണ്ടിന്റെ കണക്ക് മാത്രം പറഞ്ഞാൽ മതിയോ? അല്ല. ആരൊക്കെയാണ് ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുള്ളത്, അത് എന്നാണ് വാങ്ങിയത്, അത് എൻകാഷ് ചെയ്തിട്ടുണ്ടോ, അത് എന്നാണ് എൻകാഷ് ചെയ്തത്, ആര് എൻകാഷ് ചെയ്തെന്ന് പിന്നെ പറഞ്ഞാൽ മതി. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തണം. ഇനി ആര് എൻകാഷ് ചെയ്തെന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആരൊക്കെ വാങ്ങിയിട്ടുണ്ട്, ആരൊക്കെ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് സ്പ്ലിറ്റപ്പ് ഉണ്ടായേ മതിയാവൂ എന്നാണ് ഞാൻ ആ ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ച് മാധ്യമങ്ങളെല്ലാം ലൈവായി തന്നെ DY ചന്ദ്രചൂഡിൻ്റെ ചീഫ് ജസ്റ്റിസിൻ്റെ ജഡ്ജ്മെൻറ്റ് പിന്നെ ഡിക്ലെയർ ചെയ്ത് കണ്ടപ്പോൾ അദ്ദേഹം പിന്നെ അവിടെ ഓപ്പൺ കോർട്ടിൽ അത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത്, എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതവിടെ നിൽക്കുകയാണ്. ഇനി താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ എന്താണ് സോഴ്സ്, ഇത് ടൈം കൺസ്യൂമിംഗ് ആണെന്നൊക്കെ പറയുന്നു. നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. ഇതിൻ്റെ ആക്സസ് എല്ലാവർക്കും ഒന്നും ഇല്ല എന്ന് പറയുന്നു. ശരിയായിരിക്കാം. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഡേറ്റ ആക്സസ് ചെയ്തേ മതിയാവുമെങ്കിൽ ആ ബാങ്കിൻ്റെ ടെക്നിക്കൽ ടീമിന് നിർബന്ധമായും ആർക്കൊക്കെ ആക്സസ് കൊടുക്കണം തീരുമാനിക്കാനുള്ള അവകാശമുണ്ടല്ലോ, അതിനുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നതല്ലേ ശ്രീ ശങ്കുറ്റിദാസ്? അപ്പോൾ അതുമാത്രമല്ല, ഇത് ഈ ഡേറ്റ കമ്പൈൽ ചെയ്തെടുക്കുന്നതിന് ഈ പറഞ്ഞ സുപ്രീം കോടതി നേരത്തെ ഫെബ്രുവരി 15 പറഞ്ഞ ആ ജഡ്ജ്മെൻറ്റ് അനുസരിച്ചുള്ള ഡേറ്റ കമ്പൈൽ ചെയ്തെടുക്കുന്നതിന് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, വളരെ ടെക്നിക്കൽ നോഹവ് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പരമാവധി 5 ദിവസം മതി. പരമാവധി 5 ദിവസം, പരമാവധിയാണ്. ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ചെയ്യാൻ താല്പര്യമില്ലാത്തതിന് മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇന്നിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സീൽഡ് കവറിൽ കൊടുത്ത ആ കവർ അവിടെ പൊട്ടിച്ചല്ലോ, സുപ്രീം കോടതി പൊട്ടിക്കേണ്ടി വന്നല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ നേരത്തെ പറയുന്ന പോലെ ആനുവൽ റിട്ടേൺസ് കൊടുക്കുമ്പോൾ സംഘടനകൾക്ക് ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിനും കിട്ടിയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ട്, ഒരു തർക്കവുമില്ല. പക്ഷേ ഇത് ആരാണ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട്, ആരൊക്കെയാണ് ഇത് ഇത്തരത്തിൽ സംഭാവന നൽകിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് നമുക്ക് വ്യക്തമായും ബോധ്യമാകേണ്ടത്. പിന്നെ താങ്കൾ പറഞ്ഞു പോയത് എന്താ സെൻട്രലൈസ്ഡ് സംവിധാനത്തിലൂടെ സെൻട്രലൈസ്ഡ് സംവിധാനത്തിൽ മാത്രമല്ല, ഇന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞെന്താ, ഈ പിന്നെ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരുന്ന എല്ലാ SBIയുടെ ബ്രാഞ്ചുകളിൽ നിന്നും ഡേറ്റാസ് ഡീറ്റെയിൽസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് അല്ലേ? ഞാനും താങ്കൾ കേട്ടതാണ്. അപ്പോൾ 26 ദിവസം കൊണ്ട് അത് മാത്രമേ നടന്നിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് നടക്കാൻ പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ലേ? ഇനി താങ്കൾ പറഞ്ഞു എല്ലാ ബ്രാഞ്ചിലും ഒന്നും ഏൽപ്പിക്കാൻ പറ്റില്ല. വേണ്ട, നിങ്ങളുടെ SBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കിട്ടിയതിന് ശേഷം ഉത്തരവാദിത്വപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ ഒരു ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയല്ലേ, ആ വിധി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പിന്നെ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം പിന്നെ ആലോചിക്കുകയും ഇടപെടുകയും ചെയ്യുക എന്നുള്ളതല്ലേ സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്വം, അല്ല SBIയുടെ ഉത്തരവാദിത്വം. SBI അത് ചെയ്യാതെ നിന്നിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ്, അതും ഭരണഘടനാ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിനെ പോലും മോക്രിയാക്കുന്ന രീതിയിലേക്ക് പോയതുകൊണ്ടല്ലേ ഇന്ന് സുപ്രീം കോടതി ഇത്തരത്തിൽ ഇടപെടേണ്ടി വന്നത്. അത്തരത്തിൽ SBIയുടെ വിശ്വാസ്യത ഇന്നിപ്പോൾ അവിടെ SBIയുടെ പിന്നെ എന്താ പറയുന്നത് മാർക്കറ്റ് ഷെയർ ഒക്കെ കുറഞ്ഞിരിക്കുക, ഏതായാലും വരട്ടെ. അത്തരത്തിൽ SBIയുടെ വിശ്വാസ്യത നശിപ്പിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഈ രാജ്യം ഭരിക്കുന്ന BJPക്ക് വേണ്ടിയാണ്. ഈ രാജ്യം ഭരിക്കുന്ന BJP ഇല്ലീഗൽ വേയിലൂടെ അവരുടെ പാർട്ടി ഫണ്ടിലേക്ക് കൊണ്ടുവരുന്ന സംഭാവനകളെ സംബന്ധിച്ച് ഒളിച്ചു വെക്കാൻ വേണ്ടിയാണ്, മറച്ചു വെക്കാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ 5 പേര് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് 5 പേർക്കും SBIയിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടാവുന്നതാണ്. എനിക്ക് ഒന്നിലധികം SBI കറണ്ട് അക്കൗണ്ട് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ SBIയെ വിശ്വസിച്ച് ആ സ്ഥാപനത്തിൽ വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്നവരാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും കള്ളം പറയുന്ന SBIയെ നമ്മൾ എങ്ങനെ ഇനി വിശ്വസിക്കാൻ കഴിയുക? അപ്പോൾ അതൊരു വിശ്വാസ്യതയുടെ പ്രശ്നം കൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ പിന്നെ CPM പറഞ്ഞ് ഞാൻ കൂടെ ഒന്നും പറയുന്നില്ല. ഇലക്ട്രിക് ബോണ്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേസ് കൊടുത്തു, നിങ്ങൾക്ക് ബോണ്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ബോണ്ട് വേണ്ടായിരിക്കാം, പക്ഷേ രാജ്യത്തൊരു നിയമം പാസ്സായാൽ ആ നിയമം അനുസരിച്ച് ബാക്കി പാർട്ടികൾ വാങ്ങിയിട്ടുണ്ട്. ഇനി CPMനെ സംബന്ധിച്ച് മാസപ്പടി ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ പണം കിട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ലായിരിക്കാം. ഏതായാലും CPM ഫൈറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. CPM കോടതിയിൽ പോയിട്ടുണ്ട്, കോൺഗ്രസ് കോടതിയിൽ പോയിട്ടുണ്ട്, കണ്ടംപ്റ്റ് പോകുന്നതിനും CPM പോയിട്ടുണ്ട്, അതിനും തർക്കമില്ല. പക്ഷേ രാജ്യത്ത് നിലവിൽ വന്ന ഒരു നിയമത്തിൻ്റെ പിൻബലത്തിലാണ് കോൺഗ്രസിനും ഇത്തരത്തിൽ ബോണ്ട് ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികവും കോൺഗ്രസ് ആ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് സാബുവും ജേക്കബിനെ പോലുള്ള ഉള്ളതുകൊണ്ട് അത്തരം തർക്കങ്ങൾ ഉണ്ടാവില്ലായിരിക്കും. നിങ്ങൾക്ക് വേറെ മാർഗ്ഗങ്ങൾ ഉണ്ടാവാം, ആയിക്കോട്ടെ. ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഇത് സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു ജഡ്ജ്മെൻറ്റാണെന്ന് വന്നിരിക്കുന്നത്. ആ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വീണ്ടും കൂടിയിരിക്കുന്നു. ഇനി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉൾപ്പെടെ പരിഗണിക്കാനിരിക്കുന്നു. ഏതായാലും നാളെ വൈകുന്നേരം, അഭിലാഷം നമുക്കറിയാമല്ലോ, നാളെ വൈകുന്നേരത്തേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം 15-ാം തീയതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ആ ദിവസം പിന്നെ ഇലക്ഷൻ കമ്മീഷൻ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും വിവരങ്ങൾ അറിയാം, നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്യും. ശരി, എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം പറയും.
ചർച്ച അവസാനത്തെ മിനിറ്റുകളിലാണ്. ഞാൻ ശ്രീ എം.ആർ. അഭിലാഷിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ അരുൺകുമാർ, കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിക്കൊണ്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം MC ചകളെ പഴയ ചീഫ് ജസ്റ്റിസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് പണച്ചാക്കുകൾക്ക് ജനാധിപത്യത്തെ ശ്വാസം മുട്ടിക്കാനുള്ള അവസരം ഇല്ലാതാക്കുക അത് ഞങ്ങളുടെ ജോലിയാണ് എന്നുള്ളതാണ്. അപ്പോൾ കോടതി ആ ദൗത്യം നിർവഹിച്ചു വിജയകരമായി എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ഇവിടെ ഈ ഫണ്ട് നൽകിയവർ അല്ലെങ്കിൽ ഈ ബോണ്ട് എടുത്ത് അതിനായിട്ട് പണം മുടക്കിയവർ ആരൊക്കെ എന്നുള്ളത് പുറത്തു വരാതിരിക്കാൻ ഇതിനായി പണം മുടക്കിയ വ്യക്തികൾ, കോർപ്പറേറ്റുകൾ, അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികൾ അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഈ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരരുത്, ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി പണം മുടക്കിയത്, ഏതൊക്കെ കമ്പനികളാണ്, കോർപ്പറേറ്റുകളാണെന്നുള്ള വിവരം പുറത്തു വരരുതെന്ന് കേന്ദ്ര ഗവൺമെന്റും ആഗ്രഹിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഇവ രണ്ടുപേരും ആഗ്രഹിക്കുന്ന എന്താണ്? ഈ കഴിഞ്ഞ 5-8 വർഷമായി ഈ ഗവൺമെന്റിൽ നിന്നും അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ വലിയ തരത്തിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയത് ആരൊക്കെ എന്ന് ജനം ചിന്തിക്കും. അതുപോലെ പത്രമാധ്യമങ്ങൾ അതിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരും. പലരും സമ്പത്തിന്റെ പട്ടികയിൽ അപ്പൊ 602-ൽ നിന്ന് 2 മാറിയതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഈ ഗവൺമെന്റിൽ നിന്ന് ഇല്ലീഗലായി നിയമവിരുദ്ധമായി പല ആനുകൂല്യങ്ങളും കൈപ്പറ്റിയത്, അവർ മുടക്കിയ ഇലക്ട്രൽ ബോണ്ട് എത്ര, അവർ മുടക്കിയ പണം എത്ര എന്ന വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാകാതിരിക്കുക എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് SBIയെ കൊണ്ട് പരമാവധി ഇതിന് സമയമെടുക്കുന്ന സാഹചര്യം. പിന്നെ ഒരു കാര്യം, ഒറ്റ രൂപ കൈപ്പറ്റാതെ നിയമ പോരാട്ടം നടത്തി ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് തെളിയിച്ച ഈ പാർട്ടിയെ കോൺഗ്രസിന്റെ പ്രതീതി വന്ന ഇടയ്ക്കിടയ്ക്ക് കുത്തണ്ട്. ആ കുത്തണതേ ആ പോക്കറ്റിൽ 1127 കോടി രൂപയുടെ ഇലക്ട്രിക് ബോണ്ട് മേടിച്ചു വെച്ച് എന്നിട്ട് വലിയ ചാനലുകളിൽ മറ്റും വന്ന് നിർമ്മാണം കിട്ടുന്ന കാര്യമില്ല. ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി, 1 രൂപ പോലും വാങ്ങിച്ചില്ല. ഞങ്ങൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. പണം മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് CPM നടത്തിയ ഈ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനത്തെ രാജ്യം മുഴുവൻ അഭിനന്ദിക്കുമ്പോൾ അതിന്റെ ഇടയിൽ വന്ന ഈ ചർച്ചയിൽ CPM അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടുമെന്നല്ല, അന്തസ്സോടെ നിയമ പോരാട്ടം നടത്തി, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്തു, അന്തസ്സോടെ മുന്നോട്ട് പോകുന്നു, ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നു. ഒരു തുക പോലും വേണ്ടെന്ന് പറയുന്നു. കോൺഗ്രസ് മേടിച്ച് പോക്കറ്റിലിടും, ആദായ നികുതി കൊടുക്കില്ല. ബ്ലോക്ക് ചെയ്തത് ബ്ലോക്ക് ചെയ്തത് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കുമ്പോൾ പോലും തയ്യാറാകാതെ ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നു, ഗവൺമെന്റ് സംവിധാനത്തെ വഞ്ചിക്കുന്നു, എന്നതുകൊണ്ടാണ് പറയണം എന്ന് പറഞ്ഞിരുന്നു. മണി ബില്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് അതോടുകൂടി അവസാനിപ്പിക്കാം. ശ്രീ അഭിലാഷ്, എനിക്കൊരു മിനിറ്റ് തരണം, ഒറ്റ സെക്കൻഡ് പോയിന്റ് പൂർത്തീകരിക്കാൻ. ശ്രീ അഭിലാഷ്, ഈ നിയമം മണി ബില്ലായിട്ട് രാജ്യസഭയിലൂടെ ഒളിച്ചു കടത്തിയത് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം 110 എന്ന് പറയുന്ന വകുപ്പിനകത്ത് വ്യക്തമായിട്ട് മണി ബിൽ എന്താണ് എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്ന 6 മണി മാറ്റേഴ്സ്. For the purpose of this chapter, a bill shall be deemed to be money bill if it contains only provision dealing with any or all of the following matters. അപ്പോൾ 6 മണി മാറ്റേഴ്സ് പറയുന്നുണ്ട്, അത് മാത്രമാണ്. അപ്പോൾ ഈ മണി മാറ്റേഴ്സ് അല്ലാതെ ഏതെങ്കിലും ഒരു നോൺ മണി മാറ്റർ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് 117 വകുപ്പ് പ്രകാരം ഫിനാൻസ് ബില്ലാണ്. രാജ്യസഭയുടെ അധികാരം കവർന്നെടുക്കാൻ കഴിയുകയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫിനാൻസ് നിയമങ്ങൾ വഴി രാജ്യസഭയുടെ അനുമതി വേണ്ട നിയമങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് രാജ്യസഭയെ ഓവർകം ചെയ്തൂടെ? അത് ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവത്തിനും ഫെഡറൽ ഭരണഘടനയും വിഭാവനം ചെയ്യുന്ന രാജ്യസഭയുടെ പാർട്ടിസിപ്പേഷനും രാജ്യസഭയുടെ അനുമതിക്കും വിരുദ്ധമാണ്. അതിനകത്തൊരു വലിയ അൺഫെയർനെസ് ഉണ്ട്. അങ്ങനെ ഒളിച്ചു കടത്തുന്നത് ഒരിക്കലും ഫെഡറൽ ജനാധിപത്യത്തിന് ഭൂഷണമാണ്. രാജ്യസഭയെ ബൈപ്പാസ് ചെയ്തിട്ടാണ് ഈ നിയമം പാസ്സാക്കിയത്. വളരെ പെട്ടെന്ന് ശിശാങ്കുട്ടിദാസ് അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ടാണ്. അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സ്വകാര്യത വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പാർലമെന്റ് കൊടുത്തിട്ടുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്റെ പേര് പുറത്തു വരില്ല. അതായത് ഒരു വ്യവസായിയെ സങ്കല്പിക്കുക, അദ്ദേഹം എല്ലാവരോടും ഒരേപോലത്തെ ബന്ധം നിലനിർത്തുന്ന ആളാണ്, തന്റെ രാഷ്ട്രീയം പുറത്ത് പ്രഖ്യാപിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ്. പാർലമെന്റ് കൊടുത്ത ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഒരു ഇലക്ട്രൽ ബോണ്ട് എടുത്തിട്ടുണ്ട്. അയാളുടെ സമ്മതമില്ലാണ്ട് അയാളുടെ പേര് വെളിപ്പെടുത്തുന്നത് പുട്ടുസ്വാമി ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി തന്നെ ഉറപ്പുവരുത്തിയിട്ടുള്ള റൈറ്റ് പ്രൈവസിക്ക് എതിരാണ്. പിന്നെ CPM ഒരു പ്രൈവസി നിൽക്കൂല, തുഷാർ മേത്തയും വെങ്കട്ടരമണയും കോടതിയിൽ വാദിച്ച കാര്യമാണ്. കോടതി ആ വാദത്തെ നിരാകരിച്ചുകൊണ്ടാണ് ഈ ഉത്തരവിട്ടത്. എനിക്ക് ഇനി സമയമില്ല. വളരെ നന്ദി 4 പാനലിസ്റ്റുകൾക്കും. എന്തായാലും നാളെ 5 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് SBI ഉത്തരം പറയേണ്ടതുണ്ട്. ഉത്തരം നൽകുമായിരിക്കും എന്ന് വിചാരിക്കാം. അതിനുശേഷം 15-ാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.